പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഈ അൾത്താരെ നീക്കാൻ സാധിച്ചതിന് 1000 നന്ദി. ഞാൻ 2022 +2 പാസ് ഔട്ട് ആയതാണ്. അപ്പോൾ എല്ലാവരെയും പോലെ തന്നെ +2 കഴിഞ്ഞ് എന്തെടുക്കണമെന്ന് ഭയങ്കര ഡൗട്ടായിട്ടിരിക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ പേരൻസ് പറഞ്ഞു നേഴ്സിംഗ് ആണ് നല്ല ഓപ്ഷൻ, അപ്പോൾ അതെടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഓർത്ത് എന്നാൽ പേരൻസ് പറഞ്ഞല്ലേ നേഴ്സിംഗ് എടുക്കാം എന്നുള്ള ഡിസിഷനിൽ തന്നെ നിന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് നാട്ടിൽ പഠിക്കാൻ ഒട്ടും താല്പര്യമില്ല. എനിക്ക് പുറത്ത് പോയി തന്നെ പഠിക്കണമെന്ന് ഞാൻ എൻ്റെ പേരൻസിനോട് പറഞ്ഞു. അപ്പോൾ അവർ എനിക്ക് അതിനുവേണ്ടി എൻകറേജ് ചെയ്തു എന്നെ നന്നായിട്ട്. അപ്പോൾ എൻ്റെ അപ്പം പറഞ്ഞു നമുക്കെന്നാൽ IELTS പഠിക്കാം, അങ്ങനെ UK പോകാമെന്ന് പറഞ്ഞു. കാരണം റിലേറ്റീവ്സും ഫാമിലി ഫ്രണ്ട്സ് എല്ലാവരും UK സെറ്റിൽഡ് ആണ് എല്ലാവരും തന്നെ. അങ്ങനെ ഞാൻ UK പോകാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, എനിക്ക് UK താല്പര്യമില്ല, ഞാൻ ജർമ്മൻ കോഴ്സ് പഠിച്ചോളാം എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു ജർമ്മനൊക്കെ ഭയങ്കര പാടാണ്, അത് പഠിക്കാൻ നിന്നെക്കൊണ്ട് പറ്റൂല എന്നൊക്കെ ഭയങ്കരമായിട്ട് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഇല്ല അപ്പം ഞാൻ പഠിച്ചോളാം എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു എന്തായാലും നിൻ്റെ ആഗ്രഹമല്ലേ, നീ ട്രൈ ചെയ്യ്, കിട്ടുവാണെങ്കിൽ നമുക്ക് ജർമ്മനി തന്നെ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ട്രൈ ചെയ്തുകൊണ്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും എൻ്റെ ഒരു കസിൻ അവൾ ഇവിടെ കൃപാസനത്തിൽ വരികയും അവൾ സാക്ഷ്യങ്ങളെല്ലാം കേൾക്കുകയും അച്ഛൻ ടോക്കൊക്കെ കേൾക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ അവൾ എനിക്കൊരു സാക്ഷ്യം അയച്ചു തന്നു. അത് ഇതുപോലെ തന്നെ ജർമ്മൻ പഠിച്ചിട്ട് പാസ്സാവാതെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പാസ്സായ ഒരു കൊച്ചിൻ്റെ സാക്ഷിയായിരുന്നു. അപ്പോൾ ഞാനത് കേട്ട സെക്കൻഡ് തൊട്ടേ എൻ്റെ മനസ്സിൽ നിന്ന് ആരോ പറയുന്നുണ്ട് നീ ഉടമ്പടി എടുക്ക്, നിൻ്റെ എല്ലാ കാര്യങ്ങളും ശരിയാവുമെന്ന് പറയുന്നുണ്ട്. അപ്പം ഞാൻ എൻ്റെ ആൻറ്റിയോട് ചോദിച്ചു, ആൻറ്റി ഇവിടെ ഉടമ്പടി എടുത്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. ആൻറ്റിയോട് ചോദിച്ചു ഈ ഉടമ്പടിയുടെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, എനിക്കൊന്ന് പറഞ്ഞു തരാമെന്ന് ചോദിച്ചു. ആൻറ്റി എൻ്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു. എന്നിട്ട് ലാസ്റ്റ് ആൻറ്റി പറഞ്ഞു ഉടമ്പടി കറക്റ്റായിട്ട് ഫോളോ ചെയ്യാമെങ്കിൽ മാത്രമേ എടുക്കാവുള്ളൂ, ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും തിരിച്ചടി കിട്ടുമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് പേടിയായി. കാരണം എൻ്റെ കാര്യത്തിൽ എനിക്ക് പോലും വിശ്വാസമില്ലായിരുന്നു. എന്നാൽ ഞാൻ ഓർത്തു എന്നാൽ ഉടമ്പടി എടുക്കണ്ട, അല്ലാതെ തന്നെ നമുക്ക് പ്രാർത്ഥിക്കാമെന്നുള്ള രീതിയിൽ ഞാൻ തീരുമാനമെടുത്തു. അങ്ങനെ രാവിലത്തെ പ്രാർത്ഥനയിലും വൈകുന്നേരം ചെല്ലും, ബൈബിള് വായിക്കും, പള്ളിയിൽ പോവും, എല്ലാം ഞാൻ ചെയ്യുമായിരുന്നു. എന്നിട്ടും എൻ്റെ പ്രാർത്ഥനയ്ക്കൊന്നും മാതാവ് ഒരു റെസ്പോണ്ടും തരുന്നില്ലായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമായി. എന്തുകൊണ്ടാണ് ഞാൻ ഉടമ്പടി എടുക്കാത്തതുകൊണ്ടാണോ അതോ ഞാൻ പ്രാർത്ഥിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്നൊക്കെ ഭയങ്കര വിഷമമായിട്ടിരിക്കുമായിരുന്നു. അപ്പോൾ ആൻറ്റി പറഞ്ഞു ഒക്ടോബറിൽ ജപമാല റാലിയുണ്ട്, അതിന് നമുക്ക് പോയി പങ്കെടുത്ത് എക്സാമിന് നീ നിനക്ക് കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടെ വന്നു, റാലിക്കൊക്കെ പോയി. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമായിരുന്നു എനിക്ക് എക്സാമിന് പോയപ്പം ഞാൻ വിശ്വാസ പ്രമാണം എല്ലാം ചൊല്ലിയാണ് എക്സാമിന് ഇരുന്നത്. പക്ഷേ 2 വീക്ക് കഴിഞ്ഞപ്പം എനിക്ക് എക്സാമിൻ്റെ റിസൾട്ട് വന്നു. എനിക്ക് ഉദ്ദേശിച്ച മാർക്കും കിട്ടിയില്ല, ഞാനത് ഫെയിലാവുകയാണ് ചെയ്തത്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമായി. കാരണം എനിക്ക് ഈ B2 കൂടെ ഒന്ന് കടന്നു കിട്ടിയാൽ മതി, ബാക്കിയെല്ലാം മാതാവിൻ്റെ സഹായത്തോടെ ഞാൻ പാസ്സായിരുന്നു. എന്നിട്ട് പിന്നെ ഞാൻ ഡേറ്റ് എടുത്തു, ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. എന്നിട്ടും എനിക്ക് B2 മാത്രം കിട്ടുന്നില്ല. എത്ര ശ്രമിച്ചിട്ടും B2 എഴുതിയിട്ട് കിട്ടുന്നില്ല. പിന്നെ ഞാൻ ഫുള്ളായിട്ട് ഡിപ്രസ്ഡ് ആയിപ്പോയി. 1.5 വർഷത്തോളം വീടിന് പുറത്തിറങ്ങുന്നില്ല, വീട്ടുകാരോട് മിണ്ടുന്നില്ല, എല്ലാവരോടും ദേഷ്യമായിരുന്നു. ചോദിക്കുന്നവരോടൊക്കെ തിരിച്ച് ദേഷ്യത്തിൽ ഞാൻ സംസാരിക്കുകയും ഒക്കെ ചെയ്യായിരുന്നു. മാതാവിനോടുള്ള എൻ്റെ എല്ലാ വിശ്വാസവും പോയി. ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ടും മാതാവ് എനിക്കൊന്നും തന്നില്ലല്ലോ എന്നോർത്ത് എനിക്ക് നല്ല നിരാശയും എൻ്റെ എല്ലാ വിശ്വാസവും പോയി. ഞാൻ പള്ളിയിൽ പോലും പോകുന്നത് ഞാൻ നിർത്തി. എന്നിട്ട് ഒരു ദിവസം എൻ്റെ ചേച്ചി അവളുടെ മാരേജ് കഴിഞ്ഞു, അവൾക്ക് കുവൈറ്റിലേക്ക് ജോലിക്ക് വേണ്ടി പോകേണ്ട ആവശ്യം വന്നു. അപ്പോൾ മെഡിക്കലിന് ഒരു പിഴവ് സംഭവിച്ചപ്പം അവൾ പറഞ്ഞു നീ എൻ്റെ കൂടെ വാ, എനിക്ക് ഉടമ്പടി എടുക്കണമെന്ന് പറഞ്ഞു. അവളുടെ വാക്ക് കേട്ട് ഞാൻ അവളുടെ കൂടെ ചുമ്മാ ഉടമ്പടി എടുക്കാൻ വേണ്ടി വന്നു. ഇവിടെ വന്നപ്പം എന്നാൽ പിന്നെ ഞാനും എടുത്തേക്കാം, എന്തായാലും എൻ്റെ കാര്യത്തിലൊന്നും നടക്കുന്നില്ല, ചുമ്മാ ഒരു ചാൻസ് വെച്ച് എടുത്തേക്കാന്നുള്ള രീതിയിൽ ഉടമ്പടി എടുത്തപ്പം മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു, ഇത്രയും ഞാൻ പ്രാർത്ഥിച്ചിട്ട് നീ എനിക്കൊന്നും തന്നിട്ടില്ല, ഇത് ഞാൻ നിന്നെ പരീക്ഷിക്കാൻ കൂടി വേണ്ടിയാണ് നീ എടുക്കുന്നത്, നീ എൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കി തന്നെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ മാതാവിനോട് പറഞ്ഞു ജൂൺ അവസാനത്തിനുള്ളിൽ നീ എനിക്കൊരു തീരുമാനം ഉണ്ടാക്കി തന്നെ, ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ വഴിക്ക് ഞാൻ നാട്ടിൽ നേഴ്സിങ്ങിന് ചേരുവോ, ഇല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഞാൻ ചെയ്തു പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ മെയ് 20-നാണ് ഞാൻ ഉടമ്പടി എടുക്കണമെങ്കിൽ ജൂൺ ആദ്യം ഫസ്റ്റ് വീക്കിൽ തന്നെ എനിക്ക് UK യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ ഇങ്ങോട്ട് മെയിൽ വന്നു. അപ്പോൾ ഓക്കെ UK എന്താണേലും വേണ്ടില്ല എന്നുള്ള രീതിയിൽ ഞാനത് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് കമ്പ്യൂട്ടറിൻ്റെ ഫ്രണ്ടിൽ ഞാൻ ഉപ്പ് വിതറുകയും തൈലം നെറ്റിയിലും ചെവിയിലും നാവിലും പൂശുകയും തേൻ കുടിക്കുകയും ചെയ്തിട്ടാണ് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. ഒരു മണിക്കൂറോളം എനിക്ക് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ഭയങ്കര ടെൻഷനായിരുന്നു, കാരണം ഇന്നേ വരെ ആർക്കും ഇൻ്റർവ്യൂ അത്രയും നീണ്ടു പോയിട്ടില്ല. അപ്പോൾ എനിക്ക് ഉറപ്പായി എനിക്ക് കിട്ടത്തില്ല. ഞാൻ വീട്ടിലെല്ലാവരോടും പറഞ്ഞത് കിട്ടത്തില്ല, ഇത് പ്രതീക്ഷിക്കേണ്ട, എനിക്ക് മാതാവ് തരത്തില്ലെന്ന് ഞാൻ പറഞ്ഞു.
അങ്ങനെ ഇരിക്കുമ്പോൾ 2 ദിവസം കഴിഞ്ഞ് എൻ്റെ റിസൾട്ട് വന്നു. എനിക്കൊരു ഓഫർ ലെറ്റർ ആയിട്ടാണ് വന്നത്. പെട്ടെന്ന് ഞാൻ കരഞ്ഞു പോയി. മാതാവേ, നിന്നെ എനിക്ക് ഒട്ടും വിശ്വാസമില്ല, നിന്നെ ഒരു പരീക്ഷിക്കുന്ന രീതിയിൽ ഞാൻ പറഞ്ഞിട്ട് നീ എനിക്കിത് തന്നു എന്ന് ഓർത്ത് ഞാൻ കരഞ്ഞ് ഞാൻ പള്ളിയിൽ പോയി ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ഓഫർ ലെറ്റർ വന്നു. എല്ലാം പിന്നെ പെട്ടെന്നായിരുന്നു. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, ഞാൻ ഒന്നും ചെയ്യുന്നില്ല. പെട്ടെന്ന് എൻ്റെ മെഡിക്കൽ കഴിഞ്ഞു, PCC കഴിഞ്ഞു, അങ്ങനെയെല്ലാം കഴിഞ്ഞു. പിന്നെ ഒരു പ്രീകാസ്റ്റിൻ്റെ ഒരു ഇൻ്റർവ്യൂ മാത്രമേ ബാക്കിയുണ്ടായിരുന്നു. അതും ജൂണിൽ തന്നെ നടന്നു. ജൂൺ 25 എൻ്റെ പ്രീകാസ്റ്റിൻ്റെ ഇൻ്റർവ്യൂ. അതും ഇതുപോലെ തന്നെ ഒരു 1.5 മണിക്കൂറോളം ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അന്നേരവും ഇതുപോലെ തന്നെ ഉപ്പും തൈലവും തേനും എല്ലാം യൂസ് ചെയ്ത് തന്നെ ഞാൻ പ്രാർത്ഥിച്ചു വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ടാണ് ഞാൻ ആ ഇൻ്റർവ്യൂവിന് ഇരുന്നത്. ഇൻ്റർവ്യൂവിന് ഇരിക്കുമ്പം സാധാരണ എല്ലാ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നവരും പറയുന്നത് നമ്മളെ കണ്ടക്ട് ചെയ്യുന്ന ആൾ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് ആ ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നെങ്കിൽ ഒരിക്കലും പ്രതീക്ഷിക്കേണ്ട, അത് കിട്ടത്തില്ല എന്ന് പറയും. എന്നോട് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് എൻ്റെ വീട്ടിലെ കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ ചോദിച്ചിട്ടാണ് എന്നോട് ഇൻ്റർവ്യൂ നടത്തിയത്. 1 മണിക്കൂറിൽ നീണ്ടുപോയി ശരിക്കും പറഞ്ഞ ഇൻ്റർവ്യൂ. അപ്പോഴും ഞാൻ എല്ലാവരും പറഞ്ഞ പ്രകാരം എനിക്ക് ഉറപ്പായിരുന്നു ഇതും കിട്ടത്തില്ല, ചുമ്മാ മാതാവ് എന്നെ പറ്റിക്കുന്നതായിരിക്കും, എനിക്കൊരു ചാൻസ് തന്നെന്നുള്ള രീതി മാത്രമായിരിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിച്ചിരുന്നത്. അങ്ങനെ ഇൻ്റർവ്യൂ കഴിഞ്ഞു. ഞാൻ എൻ്റെ വീട്ടുകാരുടെ അടുത്ത് വന്നിരുന്ന് വിശ്വാസപ്രമാണം ചൊല്ലി ഫോൺ എടുത്ത് നോക്കിയപ്പം സെക്കൻഡിനുള്ളിൽ ആ ഇൻ്റർവ്യൂ പാസ്സായെന്ന് പറഞ്ഞ് എനിക്ക് റിസൾട്ട് വന്നു. ഞാൻ പെട്ടെന്ന് എനിക്ക് എന്താ ചെയ്യേണ്ടേ, മാതാവിനോട് നന്ദിയാണോ പറയേണ്ടേ, അതോ ഞാൻ ചെയ്ത തെറ്റാണോ മാതാവിനെ പരീക്ഷ എന്നൊന്നും എനിക്ക് മനസ്സിലായില്ല. അപ്പം വീട്ടിലെല്ലാവരും പറഞ്ഞു, ഇനി നീ മാതാവിനെ പരീക്ഷിക്കരുത്, മാതാവ് നിനക്ക് തന്നോളും, നിനക്ക് UK ആണ് വിധിച്ചേക്കണേന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ UK എങ്ങോട്ടേലും പോയാൽ മതി എന്നുള്ളൊരു സിറ്റുവേഷൻ ആയിപ്പോയായിരുന്നു എൻ്റെ അവസ്ഥ. അങ്ങനെ എല്ലാം കഴിഞ്ഞു. ബാങ്കിൻ്റെ ലോൺ എടുക്കാൻ ആവശ്യം വന്നു, അതും കഴിഞ്ഞു. എല്ലാം സ്മൂത്തായിട്ട് ജൂലൈ 15 കൂടി തന്നെ ഞാൻ എല്ലാം യൂണിവേഴ്സിറ്റിയിലേക്ക് സബ്മിറ്റ് ചെയ്തു. പക്ഷേ ആഗസ്റ്റ് 2 ആയപ്പം എൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് അവർ അപ്രൂവ് ചെയ്തില്ല. എന്തോ എറർ പറ്റിയെന്ന് പറഞ്ഞ് 2-3 വട്ടം എനിക്കത് തിരിച്ചയച്ചു. ഞാൻ ബാങ്കിൽ കയറി ഇറങ്ങി ഞാൻ മടുത്തു. അപ്പോൾ ലാസ്റ്റ് ഞാൻ മാതാവിനോട് പറഞ്ഞു, നീ ഇത്ര ആക്കിയിട്ട് പിന്നെ എന്നെ പരീക്ഷിക്കുവാണോ എന്ന് ഞാൻ ചോദിച്ചു. എനിക്ക് എന്താണേലും ഇത്രയായി, വീട്ടുകാരുടെ മുമ്പിൽ നാണം കെട്ടു, അവരുടെ കുറേ പൈസ ഞാൻ കളഞ്ഞു, ഞാൻ കാണാൻ അവർ കുറേ വിഷമിക്കുന്നുണ്ട്, ഇനി അവരെ വിഷമിപ്പിക്കാൻ പറ്റിയാൽ എനിക്കൊരു അനിയനും അനിയത്തിയും ഉണ്ട്, അവരുടെ കാര്യം ഞാൻ പോയാലേ എന്തെങ്കിലുമൊക്കെ നടക്കുകയുള്ളൂ. കാരണം എന്നെക്കാളും 9-8 വയസ്സിന് ഇളയതാണ് അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെ അതുപോലാത്ത എൻ്റെ അപ്പനും അമ്മയ്ക്കും ഒക്കെ ഭയങ്കര അസുഖങ്ങളും എല്ലാം ഉണ്ട്, അവർ പറ്റിയല്ല, അവർക്ക് ഇനി ഇങ്ങനെ കടന്ന് പണിയെടുക്കാം. അപ്പം നീ എൻ്റെ എല്ലാ പ്രതീക്ഷകളും തെറ്റിക്കുകയാണോ എന്ന് ഞാൻ മാതാവിനോട് ഞാൻ ചോദിച്ചു. അങ്ങനെ ആഗസ്റ്റ് 2 ലാസ്റ്റായിട്ട് ഞാൻ പറഞ്ഞു, വിശ്വാസപ്രമാണം ചൊല്ലി ഞാൻ ഈ മെയിൽ അയക്കുവാണ്, ഇത് അപ്രൂവ് ആയിക്കണം, ഇല്ലെങ്കിൽ ഞാൻ ഈ പരിപാടി ഇവിടം കൊണ്ട് ഞാൻ നിർത്തുമെന്ന് പറഞ്ഞു. ഉടമ്പടി എന്നുള്ളത് തന്നെ ഞാൻ നിർത്തുമെന്ന് പറഞ്ഞു. അങ്ങനെ ആഗസ്റ്റ് 2 വൈകിട്ട് ഒരു 7 മണി ആയപ്പോൾ ഞാൻ മെയിൽ അയച്ചു. എൻ്റെ ബാങ്കിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ചെയ്ത് ഞാൻ അയച്ചു. കുരിശുവരെയൊക്കെ കഴിഞ്ഞ് വിശ്വാസപ്രമാണം ചൊല്ലി ഞാൻ വന്ന് ഫോൺ എടുക്കുമ്പം അത് അപ്രൂവ് ആയി കിടക്കുക. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം. മാതാവിനോട് ഞാൻ നന്ദി പറഞ്ഞു, നീ എന്നെ കൈവിട്ടിട്ടില്ലെന്ന് എനിക്ക് ഇപ്പോഴും ഉറപ്പായെന്ന് പറഞ്ഞു. അങ്ങനെ അതിൻ്റെ ലെറ്ററും കൂടെ വന്നാലേ നമുക്ക് ബാക്കി പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അന്ന് രാത്രി ഒരു 10 മണിയോടെ എൻ്റെ പ്രീകാസ്റ്റിൻ്റെ ലെറ്റർ വന്നു. ഈ യൂണിവേഴ്സിറ്റിയിലേക്ക് അപ്ലൈ ചെയ്ത ആർക്കും വന്നിട്ടില്ല, എനിക്ക് മാത്രം പ്രീകാസ്റ്റിൻ്റെ ലെറ്റർ വന്നു, ബാക്കി ആർക്കും വന്നത്. എല്ലാവരും ടെൻഷനാണ്, കാരണം കുറച്ച് പേരുടെയൊക്കെ റിജക്റ്റഡ് ആയി പോയി, അവർക്ക് പോകാൻ പറ്റത്തില്ല. എൻ്റെ മാത്രമേ വന്നുള്ളൂ. അത് ഏജൻസിക്കാരും വളരെ അത്ഭുതപ്പെട്ടു, എന്തുകൊണ്ട് എൻ്റെ മാത്രം വന്നു, ബാക്കി ഇത്രയും പേരുടെ ചെയ്തിട്ട് അവരുടെ മാത്രം എന്തുകൊണ്ട് വന്നില്ല എന്നുള്ള ടെൻഷൻ അവരും പറഞ്ഞു എന്നോട്. അങ്ങനെ എനിക്ക് ഉറപ്പായി മാതാവ് എനിക്കിത് തരും, ഇനി ഞാൻ ഒന്നും കൊണ്ട് പേടിക്കണ്ടെന്ന് ഉറപ്പായി. അങ്ങനെ ആഗസ്റ്റ് 8 ഞാൻ എൻ്റെ വിസയ്ക്ക് അപ്ലൈ ചെയ്തു. ഞാൻ മാതാവിനോട് പറഞ്ഞു, 8 ദിവസത്തിനുള്ളിൽ എൻ്റെ വിസ എൻ്റെ കയ്യിൽ കിട്ടണം, എനിക്ക് ഈ സെപ്റ്റംബറിന് മുമ്പായിട്ട് തന്നെ എനിക്ക് UK പോകണം, എനിക്ക് പറ്റിയല്ല എനിക്ക് ഇനി ഇവിടെ നിൽക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ആഗസ്റ്റ് 14 എനിക്ക് വിസ വന്നു. എൻ്റെ വിസയാണ് എൻ്റെ കയ്യിൽ ഇരിക്കുന്നത്. ഞാൻ ഈ മാസം 31 UK പോവുകയാണ്. അതാണ് എൻ്റെ 1ാമത്തെ സാക്ഷ്യം. അതുപോലെ തന്നെ എൻ്റെ 2ാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ, എൻ്റെ അമ്മയുടെ ബ്രദർ ചാച്ചനും അമ്മായും കല്യാണം കഴിഞ്ഞിട്ട് 15 വർഷമായി. അവർ ചെയ്യാത്ത ട്രീറ്റ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. അവർക്കൊരു മക്കളോ കൊടുക്കണമെന്ന് പറഞ്ഞ് വീട്ടിലുള്ള എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, ഞാനും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ അതിലൊരു നിയോഗം വെച്ചത്, എൻ്റെ ചാച്ചനും അമ്മായിക്കും ഒരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കണം, ഒരൊറ്റ കുഞ്ഞു മതി, വേറെ ഒന്നും ഞാൻ ആവശ്യപ്പെട്ടില്ല, അനുഗ്രഹിക്കണം. ഇനി ഞാൻ ഈ ഉടമ്പടി തീരുന്നതിന് മുമ്പ് അതിനൊരു റിസൾട്ട് വരണം.
അങ്ങനെ ഞാൻ പറഞ്ഞ് പ്രാർത്ഥിച്ചു. അതോടുകൂടെ തന്നെ ഞാൻ പ്രാർത്ഥിച്ചു, എനിക്ക് നിന്നിൽ ഒരു വിശ്വാസം വന്നെങ്കിൽ, ഒരു ചെറിയ വിശ്വാസമെല്ലാം വന്നെങ്കിൽ ഞാൻ ഈ ഉടമ്പടി എടുത്തിട്ട് പോകണേ, ഇന്ന് തന്നെ രാത്രി നീ എനിക്ക് എന്തെങ്കിലും ഒരു അത്ഭുതം നീ പ്രവർത്തിച്ച് തന്നെ ഈ 6 ഉടമ്പടിയിൽ ഏതെങ്കിലും ഒരെണ്ണത്തിന് നീ എനിക്ക് അടയാളം കാണിച്ചു തന്നെന്ന് പറഞ്ഞു. ഞാൻ വീട്ടിൽ ചെന്നു. ഞാൻ ബസ്സിനെ വന്ന് ഞാൻ വീട്ടിൽ തിരിച്ച് 7 മണിയായപ്പോൾ ചെന്നു. കുരിശ് വരയ്ക്കാൻ തുടങ്ങിയപ്പോഴേക്ക് ചാച്ചൻ വിളിച്ചു, അമ്മായി പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞ്. ഭയങ്കര ഒരു വലിയ സന്തോഷവും കരച്ചിലും എല്ലാം എനിക്ക് പറഞ്ഞു. ഞാൻ മാതാവിനോട് ഞാൻ ഒത്തിരി നന്ദി പറഞ്ഞു. ഇപ്പം 4 മാസമായി, അമ്മായിക്ക് ഒരു കുഴപ്പമില്ല, ഭയങ്കര എല്ലാവരും വീട്ടിലുള്ള എല്ലാവരും ഹാപ്പിയായി. മാതാവിൻ്റെ ഒരു വലിയ അത്ഭുതം തന്നെയാണ് നടന്നത്. അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ഇവിടുത്തെ പത്രം കൊടുക്കുമായിരുന്നു. പത്രം കൊടുത്തപ്പോൾ ആരും എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നില്ല. എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമായി. എന്തുകൊണ്ടാണ് ബാക്കി എല്ലാവരും കൊടുക്കുമ്പോൾ വാങ്ങിക്കുന്നുണ്ട്, ഞാൻ മാത്രം കൊടുത്തിട്ട് എന്താ ആരും വാങ്ങിക്കാത്തതെന്നുള്ളൊരു വിഷമം എനിക്കുണ്ടായിരുന്നു. അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, ഞാൻ ഈ പത്രം ഇനി ഞാൻ ആർക്കെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ അവരെന്നോട് വേണ്ടാന്ന് പറയില്ല, അവർ വാങ്ങിക്കണം. എനിക്ക് ഇത് വിശ്വാസമുണ്ട്, നീ ഇത് വാങ്ങിപ്പിക്കുന്ന ഇത് കൊടുക്കുന്ന ആൾക്ക് ഒരു പ്രേക്ഷിത പ്രവർത്തനം പോലെയല്ല, അവർക്കൊരു അനുഗ്രഹം കൂടിയാണ് നീ ഇതിൽ കൊടുക്കേണ്ടതെന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞു. പിന്നീട് ഞാൻ പത്രം കൊടുത്തപ്പം എല്ലാവരും എൻ്റെ കയ്യിൽ നിന്ന് പത്രം വാങ്ങിക്കുന്നുണ്ട്. ആരും എന്നോട് പത്രം വേണ്ടാന്ന് പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ഞാൻ കാറ്റഗിസം പഠിപ്പിക്കാനായിട്ട് കയറി. പിള്ളേരും ഒക്കെ ആയിട്ട് എല്ലാവരോടും കൃപാസനത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ ഞാൻ മാതാവിനോട് പറഞ്ഞു, ഇപ്പം ഞാൻ ഫിനാൻഷ്യലി ഒട്ടും ഇൻഡിപെൻഡൻ്റ് അല്ല, അതുകൊണ്ട് എനിക്ക് ആരെയും അങ്ങനെ സഹായിക്കാൻ പറ്റത്തില്ല, പക്ഷേ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള സഹായങ്ങൾ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ പാവപ്പെട്ടവർക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുകയും പൈസ കൊടുക്കുകയൊക്കെ ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ മാതാവ് എന്നെ ഒരു വലിയ അനുഗ്രഹത്തിന് ഉടമയാക്കി. മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. സങ്കീർത്തനം 32:8 ഞാൻ നിന്നെ ഉപദേശിക്കാം, നീ നടക്കേണ്ട വഴി നിനക്ക് കാണിച്ചു തരാം. സോന ഒരു ഡിപ്രഷൻ്റെ ഒരു സമയത്തെത്തിയ സമയത്താണ് ഉടമ്പടിയിലേക്ക് വരുന്നത്. അതിനു മുമ്പും പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നാൽ ഉടമ്പടി എടുത്തതിന് ശേഷം സംഭവിക്കുന്നത്, മെയ്യിലാണ് ഉടമ്പടി എടുത്തത്. 3 മാസം കഴിയുമ്പോൾ വിദേശത്തേക്ക് പോകാനുള്ള ഡേറ്റ് വരെ എത്തിയിരിക്കുകയാണ്. അതിനു മുമ്പ് ഒരു 1-2 വർഷത്തോളം ഇതിന് പിന്നാലെ ഓടി, പ്രോസസ്സിന് പിന്നാലേക്ക് ഓടി, ഒന്നും എത്താതിരുന്ന സമയത്താണ് ഉടമ്പടിയിലേക്ക് വരുന്നത്. പിന്നീട് അങ്ങോട്ട് സമയ ചുരുക്കമാണ്. ഉടമ്പടി എടുത്ത ഉടനെ തന്നെ ഈ പ്രോസസ്സിങ് നല്ല രീതിയിൽ നടക്കുന്നു. ഇപ്പോൾ വിദേശത്തേക്ക് പോകാനായി സാധിക്കുന്നു. ഉടമ്പടിയിൽ നമ്മൾ ദൈവത്തിൻ്റെ വാക്കുകൾ അനുസരിക്കാമെന്ന് തീരുമാനമെടുക്കുന്നുണ്ട്. അതോടൊപ്പം അമ്മയുടെ സഹായം കൂടിയുണ്ട്. അതുകൊണ്ടാണ് സമയ ചുരുക്കം ഉണ്ടാവുകയും നമ്മുടെ നിയോഗങ്ങൾ സാധിക്കുകയും ചെയ്യുന്നത്. അതുപോലെ തന്നെ അമ്മയുടെ ആങ്ങളേക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, പ്രാർത്ഥിച്ച് നിയോഗം വെച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ തന്നെ എന്താണോ പ്രാർത്ഥിച്ചത് അടയാളം അന്ന് തന്നെ ലഭിക്കുകയാണ്. നമ്മൾ മനസ്സിൽ തീരുമാനിക്കുമ്പോൾ തന്നെ ദൈവം അതറിയുന്നു. ദൈവം പ്രവർത്തിക്കുകയാണ്. തക്ക സമയത്ത് ദൈവം നമുക്ക് അത് പൂർത്തീകരിച്ച് തരികയാണ്. പരിശുദ്ധ അമ്മയിലൂടെ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് കൈയടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ. എൻ്റെ പേര് ജോസ്മി. ഞാൻ കടുത്തുരുത്തിയിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ ഹസ്ബൻഡ് ടോം. ഇത് ഞങ്ങളുടെ മോൻ ഇവാൻ. ഇതെൻ്റെ 2ാമത്തെ സാക്ഷ്യമാണ്. ഞാനും ഒരു നേഴ്സാണ്. എല്ലാവരെ പോലെ പുറത്തേക്ക് പോകണം എന്നുള്ള ആഗ്രഹത്തോടെ ജർമ്മൻ പഠിച്ചു. ജർമ്മൻ എക്സാം പാസ്സായി. അത് ഞാനിവിടെ സാക്ഷ്യത്തിൽ പറഞ്ഞതാണ്. അത് കഴിഞ്ഞ് എൻ്റെ വിസയ്ക്ക് വെച്ചു. എൻ്റെ വിസ റിജക്ഷൻ വന്നു. അപ്പോൾ എല്ലാവരും എന്നെ കളിയാക്കി, നീ കൃപാസനത്തിൽ പോയിട്ടും നിൻ്റെ വിസ റിജക്ഷൻ വന്നു. അപ്പം ഞാൻ അവരെ നോക്കി പുഞ്ചിരിച്ചതേ ഉള്ളൂ. ഞാൻ എന്നിട്ട് പരിശുദ്ധ അമ്മയോട് പറഞ്ഞു, അമ്മേ, എല്ലാവരും എന്നെ കളിയാക്കുന്നു, കൂടുതൽ അമ്മയുടെ പേരും കൂടെ പറയുന്നു. ഞാൻ അമ്മയെ വിശ്വസിക്കുന്നു. അമ്മ എനിക്ക് സമയമാകുമ്പോൾ തന്നാൽ മതി. ഞാൻ മാതാവിനോട് എനിക്ക് ഇന്ന സ്ഥലത്ത് പോകണം, ഇന്ന രാജ്യത്ത് പോകണം, ഒരിക്കലും ഒരു പിടിവാശി കാണിച്ചിട്ടില്ല. അമ്മയോട് ഞാൻ എല്ലാം അമ്മയുടെ ഇഷ്ടത്തിന് എന്നെ നടത്തിയാൽ മതി എന്നേ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ വിസയ്ക്ക് വെച്ചപ്പോൾ വീണ്ടും വെക്കണോ അല്ലെങ്കിൽ അപ്പീൽ കൊടുക്കണോ ഒരു കാര്യമില്ലാതെയാണ് എൻ്റെ വിസ റിജക്ഷൻ വന്നത്. അപ്പോൾ അവിടുത്തെ എൻ്റെ എംപ്ലോയർ അന്ന് വെക്കേഷനിലായിരുന്നു. അതുകൊണ്ട് അങ്ങോട്ടേക്ക് മറുപടി കൊടുത്തില്ല എന്നുള്ള കാരണത്താൽ. അപ്പോൾ അത് റിമോൺസ്ട്രേഷൻ കൊടുത്തു. അപ്പം അത് അന്ന് ബാംഗ്ലൂർ എംബസിയിലേക്ക് മെയിൽ ചെയ്തു. അന്ന് തന്നെ എനിക്ക് മറുപടി വന്നു, നിങ്ങളുടെ പാസ്പോർട്ട് ഒന്നും കൂടെ സബ്മിറ്റ് ചെയ്യുക. അത് സബ്മിറ്റ് ചെയ്തു. 3 ദിവസത്തിനുള്ളിൽ തന്നെ എൻ്റെ വിസ അടിച്ചു വന്നു. ഞാനത് എൻ്റെ ഹോസ്പിറ്റലിലേക്ക് അയച്ചപ്പോൾ അവർ പറഞ്ഞു, എത്രയും പെട്ടെന്ന് ടിക്കറ്റ് എടുത്തോളാൻ. അപ്പോൾ അങ്ങനെ ടിക്കറ്റ് എടുത്തപ്പം നിങ്ങൾക്കിത് കേൾക്കുമ്പോൾ ചിലപ്പോൾ ചിരി വരും.
എനിക്ക് ടിക്കറ്റ് എടുത്താൽ ഞാൻ തന്നെ പോകണമെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ പഞ്ചായത്ത് വിട്ട് സത്യം പറഞ്ഞാൽ എങ്ങും തന്നെ പോയിട്ടില്ല. അപ്പോൾ ഞാൻ നേഴ്സിംഗ് പഠിച്ചത് നാട്ടിലാണ്. എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഞാൻ വർക്ക് ചെയ്തത്. എന്നെ കെട്ടിച്ചു വിട്ടാക്കുന്നത് വെറും 3 കിലോമീറ്റർ ദൂരത്തിലാണ്. അപ്പം ഞാനോർത്ത് ഞാൻ തന്നെ പോകണമല്ലോ അമ്മേ, എന്നെ ഇവിടം വരെ എത്തിച്ചത് അമ്മയല്ലേ, അമ്മ തന്നെ എന്നെ, അമ്മയും അമ്മയുടെ മോനും കൂടെ എന്നെ 2 ഫ്ലൈറ്റ് മാറി ജർമ്മനിയിലെത്തിക്കണം. അങ്ങനെ പറഞ്ഞ് 3 ദിവസമുള്ളൂ പോകാൻ. ഞാൻ എല്ലാം പാക്ക് ചെയ്ത് റെഡിയായി. അന്ന് വെളുപ്പിനെ 12 മണിക്കാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. 3 മണിക്ക് എയർപോർട്ടിൽ റിപ്പോർട്ട് ചെയ്യണം. അപ്പം ഞാനന്ന് വൈകിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ വർക്ക് ചെയ്ത ഹോസ്പിറ്റലിലെ അതൊരു മിഷൻ ഹോസ്പിറ്റലാണ്. അപ്പം അവിടെ സിസ്റ്റർമാരാണ്. അതുകൊണ്ട് ചെറുപ്പം മുതലേ ഞാൻ പ്രാർത്ഥനയിൽ ഒത്തിരി മാതാവിനോട് അടുത്താണ് വളർന്നു വന്നത്. അപ്പം എന്ത് കാര്യത്തിനും ഞാൻ മാതാവിനോടും തീരുമാനം എടുക്കുകയുള്ളൂ. അപ്പം ആ സിസ്റ്റർ എന്നെ വിളിച്ചിട്ട് പറയുക, നീ പോണ സെയിം ഫ്ലൈറ്റിലാണ് ഞങ്ങളുടെ മദർ സുപ്പീരിയറും ഞങ്ങളുടെ ഇവിടുന്ന് വേറൊരു സിസ്റ്റർമാരും പോകുന്നുണ്ട്. നീ ഡൽഹി വഴിയല്ലേ പോകുന്നത്, അപ്പോൾ അവർ എയർപോർട്ടിൽ കാണും, നിൻ്റെ കൂട്ടത്തിൽ പോരും, അവരും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പരിശുദ്ധ അമ്മയോട് പറഞ്ഞു, ഇതെന്ത് അത്ഭുതം അമ്മേ, ഞാൻ അങ്ങനെ സേഫായിട്ട് ഒരു പേടിയും കൂടാതെ ഞാൻ ഫ്രാങ്ക്ഫർട്ട് എയർപോർട്ടിൽ ചെന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞിട്ടുണ്ട്, എടി തന്നെ കയറി വരുമ്പോൾ ഒരു ഭയങ്കര പ്രയാസമാണ്. എന്നുവെച്ചാൽ അവിടെ വന്ന് ഒത്തിരി ഫോർമാലിറ്റീസ് ഉണ്ട്, രജിസ്ട്രേഷനുണ്ട്, കാര്യങ്ങളുണ്ട്. നമ്മൾ ലാംഗ്വേജ് പ്രോബ്ലം കൂടെ ഉള്ളപ്പം തന്നെ വരുന്നത് വളരെയധികം ബുദ്ധിമുട്ടാണ്. ഇത് എനിക്ക് മുമ്പേ ഇപ്പം നിങ്ങളോട് ഞാൻ പറയുകയാണ്, മാതാവ് അവിടെ എല്ലാം അറേഞ്ച് ചെയ്ത് വച്ചിരുന്നത് പോലെയായിരുന്നു. ഞാൻ ഫ്രാങ്ക്ഫർട്ട് എയർപോർട്ടിൽ ചെന്നിറങ്ങി. അപ്പോൾ എന്നെ അവിടുന്ന് HR ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഒരാൾ വന്നിട്ടുണ്ട് കൊണ്ടുപോകാൻ. അപ്പോൾ അവരെന്നോട് പറയുവാണ്, സോറി ജോസ്മി, നിന്നോട് പറയാൻ മറന്നുപോയി, നിൻ്റെ കൂട്ടത്തിൽ ഇന്ത്യയിൽ നിന്ന് വേറൊരാളും കൂടെ നിൻ്റെ സെയിം ഫ്ലൈറ്റിലുണ്ടായിരുന്നു എന്ന്. അപ്പം ഞാൻ പരിചയപ്പെട്ടപ്പം സെയിം കോട്ടയത്തു നിന്നുള്ള വേറൊരു കുട്ടിയും കൂടെ ഉണ്ട്. അതും പരിശുദ്ധ അമ്മയോട് വളരെയധികം ഭക്തിയും സ്നേഹമുള്ള ഒരാൾ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഒരുമിച്ചാണ് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും. എനിക്ക് ഒരു കൂട്ടുമുണ്ടായിരുന്നു. ഞങ്ങൾ തമ്മിൽ ബെസ്റ്റ് ഫ്രണ്ട്സുമായി. ഇന്നലെ ഞങ്ങൾ 2 പേരും കൂടെ തിരിച്ച് ലീവിന് വന്നതാണ്. അപ്പോൾ പരിശുദ്ധ അമ്മയോട് അന്ന് ആദ്യം നന്ദി പറയണമെന്ന് എനിക്ക് തോന്നി. അങ്ങനെയാണ് ഞാൻ ഇന്നിവിടെ വന്നത്. അങ്ങനെ ഞാൻ പിന്നെ അവിടുത്തെ രജിസ്ട്രേഷൻ എക്സാമാണ്. എക്സാം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തേലും ലാംഗ്വേജ് പഠിച്ചിട്ട് പോയാലും അവിടെ എക്സാം എന്ന് പറഞ്ഞാൽ അവർ ജർമ്മൻ, നമ്മൾ മലയാളം പറയുന്ന പോലെ പറയും. അപ്പം എനിക്കത് ഭയങ്കരധികം ബുദ്ധിമുട്ടായിട്ട് തോന്നി ആദ്യം. അപ്പം ഓരോ മാസവും നമുക്കവിടെ എക്സാം ഉണ്ട്. അപ്പോൾ അവർ ആദ്യത്തെ എൻ്റെ എക്സാം കഴിഞ്ഞിട്ട് പറഞ്ഞു, ജോസ്മി നീ ലാംഗ്വേജിൽ വളരെ വീക്കാണല്ലോ, നീ ഇമ്പ്രൂവ് ചെയ്യണം. പക്ഷേ പിറ്റേ മാസത്തെ എക്സാമിൽ ഞാൻ പരിശുദ്ധ അമ്മയോട് പറഞ്ഞു, അമ്മേ ഞാൻ എന്താ ചെയ്യണേ, എൻ്റെ മാക്സിമം ഞാൻ ശ്രമിക്കുന്നുണ്ട്, അമ്മ എനിക്ക് പകരം ഇനി സംസാരിച്ചേ പറ്റുള്ളൂ, എന്നെ ആദ്യത്തെ എക്സാമിൽ തന്നെ വിജയിപ്പിക്കണം. 6 മാസം കഴിഞ്ഞാണ് എക്സാം. അതിന് മുമ്പ് എല്ലാ മാസവും നമുക്ക് അസസ്മെൻ്റ് എക്സാം ഉണ്ട്. അപ്പം പിറ്റേ മാസം അവരെന്നോട് പറയുകയാണ്, ജോസ്മി നീ കൂടുതൽ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്, ഇതുപോലെ മുമ്പോട്ട് പോകണം. ആഹാ, ഞാനോർത്ത് ദൈവമേ, എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. പക്ഷേ അവരെന്നെ ഓരോ മാസം തോറും എന്നോട് പറഞ്ഞു, നീ ഇമ്പ്രൂവ്ഡ് ആണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ഞാൻ പരിശുദ്ധ അമ്മയുടെ കാശ് രൂപവും എന്നും ഉപ്പും പോക്കറ്റിലിട്ടുകൊണ്ടാണ് ഞാൻ ഡ്യൂട്ടിക്ക് പോകാറുള്ളൂ. അപ്പം എനിക്ക് പകരം എനിക്കറിയാം പരിശുദ്ധ അമ്മയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. അങ്ങനെ 6-ാം മാസം എക്സാമായി. അപ്പം 2 ദിവസമാണ് എക്സാം. ആദ്യത്തെ ദിവസം നമ്മൾ റൈറ്റിംഗ് ആണ്, പിറ്റേ ദിവസം പ്രാക്ടിക്കൽ. റൈറ്റിങ്ങിന് ഞാൻ ചെന്നു. പരിശുദ്ധ അമ്മയോട് പറഞ്ഞു, അമ്മേ എനിക്ക് മുമ്പേ നീ കയറിക്കോ എക്സാം ഹാളിൽ. ഞാൻ എപ്പോഴും അമ്മയോട് സംസാരിച്ചുകൊണ്ടാണ് നടക്കുന്നത്. അപ്പോൾ അമ്മേ നീ എനിക്ക് മുമ്പേ പരീക്ഷാ ഹാളിൽ കയറിക്കോ. അങ്ങനെ ഞാൻ കാശ് രൂപ എൻ്റെ പോക്കറ്റിലുണ്ട്. ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു, എക്സാം എഴുതി. എക്സാമിനർ അപ്പം തന്നെ എന്നോട് പറയുവാണ്, എൻ്റെ എക്സാം കംപ്ലീറ്റ് ആകുന്നതിന് മുമ്പ് ജോസ്മി നീ പാസ്സാണ്. പിറ്റേ ദിവസം ഞാൻ വളരെ പേഷ്യൻ്റെ അടുത്താണ് എക്സാം. പേഷ്യൻറ്റിന് നമ്മൾ മെഡിസിൻ കൊടുക്കണം, അങ്ങനെ പ്രാക്ടിക്കൽ എക്സാം. അപ്പം ആ പേഷ്യൻ്റ് എക്സാമിനറോട് പറയാണ്, ഇവള് ഭയങ്കര ലീബിലിംഗ് കൊളീക്കുന്ന സ്റ്റാഫാണ് എന്ന് പറഞ്ഞാൽ സ്നേഹമുള്ള സ്റ്റാഫാണ്, ഇന്ത്യക്കാരെല്ലാം അങ്ങനെയാണ്, ഇംഗ്ലീഷ് കൊളീഗും പ്രത്യേകം അങ്ങനെയാണെന്ന് പറഞ്ഞ് അവരെന്നെക്കുറിച്ച് ഞാൻ ചോദിക്കാതെ തന്നെ വളരെ നല്ല അഭിപ്രായം പറയുന്നു. അപ്പം അങ്ങനെ ഞാൻ ഫസ്റ്റ് ചാൻസിൽ തന്നെ എക്സാം പാസ്സായി. അത് എൻ്റെ മിടുക്കുകൊണ്ടല്ല, പരിശുദ്ധ അമ്മയുടെ ഒറ്റ കരുണ കൊണ്ട് മാത്രമാണ്. പിന്നെ അവിടെ എനിക്കൊരു വീട്, ഫാമിലീനെ കൊണ്ടുപോകണമെങ്കിൽ വീട് വേണം. വീടെന്ന് പറഞ്ഞാൽ അവിടെ വീട് കിട്ടാൻ ഭയങ്കര പാടാണ്. അത് നമ്മൾ നെറ്റിനകത്ത് ഒരു ആപ്പിൽ കയറി ഡൗൺലോഡ് ചെയ്ത് അതിൻ്റെ അകത്ത് രജിസ്റ്റർ ചെയ്യണം. അവർ അപ്പോയിൻമെൻറ്റ് തരും. ആ അപ്പോയിൻമെൻറ്റിന് വീട് കാണാൻ ഇഷ്ടംപോലെ ആൾക്കാർ കാണും.
അതിൻ്റെ അന്ന് ഒരാളെ സെലക്ട് ചെയ്യുള്ളൂ. അപ്പം എൻ്റെ ഫാമിലി വിസയ്ക്ക് വെക്കണമെങ്കിൽ എനിക്ക് വീട് വേണം. അപ്പം ഞാനന്ന് ഒരു ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ടിട്ട് അമ്മയോട് അന്ന് രാത്രി പ്രാർത്ഥിച്ചിട്ട് കിടന്നു, അമ്മേ എനിക്കും ഒരു ഭവനം വേണം, എനിക്കും എൻ്റെ കുഞ്ഞിനെയും ഹസ്ബൻഡിനെയും കൊണ്ടുവരണം, അമ്മ ഒന്ന് ഇടപെടണം, അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് കിടന്നു. അപ്പം വേറെ ഒന്നും ഞാൻ അതിന് വേണ്ടി ശ്രമിച്ചില്ല. അപ്പം പിറ്റേ ദിവസം ഒരു സൺഡേ ആണ്. അപ്പം ഞങ്ങൾ പള്ളി അവിടെ മലയാളം കുർബാനയ്ക്ക് പോകുമ്പം അവിടെ ഒരു സിസ്റ്ററുണ്ട്. അപ്പോൾ ആ സിസ്റ്ററിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആ സിസ്റ്ററിന് എന്നെ അറിയാം. അപ്പോൾ ആ സിസ്റ്റർ എന്നെ ആ കുർബാന കഴിഞ്ഞിട്ട് അന്ന് എന്നെ വിളിക്കുവാണ്, ജോസ്മി ഇന്ന സ്ഥലത്തൊരു വീടുണ്ട്, അതിൻ്റെ താഴെ നമ്മളൊരു മലയാളിയാണ് താമസിക്കുന്നത്, നീ ഒന്ന് പോയി കണ്ടു നോക്കൂ, പക്ഷേ ക്വാഡ്രാമീറ്റർ കുറവാണ്, പക്ഷെ നിനക്ക് ഒരു കുഞ്ഞല്ലേ ഉള്ളൂ, ആ വീട് നീ ഒന്ന് പോയി കണ്ടു നോക്കാൻ പറഞ്ഞു. അപ്പം തന്നെ ഞാനാണെങ്കിൽ പരിശുദ്ധ അമ്മയുടെ ഒരു ഫോട്ടോ എൻ്റെ റൂമിലുണ്ട്. അമ്മയുടെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു, അമ്മേ എനിക്കുള്ള വീടാണോ അത്? ആണെങ്കിൽ അമ്മ എനിക്കത് റെഡിയാക്കി തരണം കേട്ടോ എന്നും പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചു, വിശ്വാസ പ്രമാണം ചൊല്ലി ബൈബിൾ തുറന്നപ്പം ബൈബിളിനകത്ത് നിൻ്റെ ആരംഭം എളിയതാണെങ്കിലും നിൻ്റെ അവസാനം ശുഭകരമായിരിക്കും, അങ്ങനെ ഒരു തിരുവചനം എനിക്ക് കിട്ടിയത്. അപ്പം ഞാൻ ഓർത്തു, ദൈവമേ അപ്പം എനിക്ക് തന്നെയുള്ള വീടാണ്. ഞാൻ അങ്ങ് ഉറപ്പിച്ചു, ചെറിയ വീട് മതി എനിക്ക്. അപ്പം ഞാൻ ആ വീട് പോയി കണ്ടു. ആ വീട് എനിക്ക് കിട്ടി. ഒരു ഫോർമാലിറ്റീസും ഇല്ലാതെ എനിക്ക് മുമ്പേ മാതാവ് പോയി എല്ലാവരെയും അവിടെ ഒരുക്കി വെച്ചിരിക്കുന്നതായിട്ട് എനിക്ക് തോന്നണേ. ഞാൻ ചെല്ലുന്നതിന് മുമ്പ് എനിക്ക് വേണ്ടി സംസാരിക്കാൻ അവിടെ ആൾക്കാർ, എനിക്ക് ലാംഗ്വേജ് പ്രോബ്ലം ഉണ്ട്, അപ്പോൾ അവരുടെ മീറ്ററോട് സംസാരിക്കണം, അതിനുവേണ്ടി എല്ലാം ഞാൻ പറയാതെ തന്നെ എനിക്ക് മുമ്പേ ആൾക്കാരായിരുന്നു അവിടെ. അങ്ങനെ എനിക്ക് ആ ഭവനം കിട്ടി. ആ ഭവനത്തിൻ്റെ എല്ലാ പേപ്പർ വർക്കും കഴിഞ്ഞിട്ടാണ് ഞാൻ ഇന്നലെ വന്നത്. എനിക്ക് ഇനി ഇവരുടെ വിസയ്ക്ക് വെക്കണം. അങ്ങനെ പരിശുദ്ധ അമ്മ എൻ്റെ കൂടെ നടക്കുന്ന ഒരു അനുഭവമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. പിന്നെ അടുത്ത സാക്ഷി എന്ന് പറയുന്നത് എൻ്റെ മോന് വേണ്ടിയാണ്. ഞാനിവിടുന്ന് പോകുമ്പോഴും കഴിഞ്ഞ 3 വർഷമായിട്ട് അവന് അലർജിക് ചുമയാണെന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. കുറേ പേര് പറയുന്നു വൈറലാണ്, കോവിഡ് കഴിഞ്ഞതിൻ്റെയാണ്. പക്ഷെ അവന് കോവിഡൊന്നും വന്നിട്ടുമില്ല. അവന് 3 വയസ്സുള്ളപ്പോൾ തുടങ്ങിയ ചുമയാണ്. അപ്പം ഈ ചുമ കാണിക്കാത്ത പീഡിയാട്രിഷ്യന്മാരില്ല, ESA വരെ കൊണ്ടുപോയി കാണിച്ചു. അപ്പം ആദ്യമൊക്കെ ഇവന് അസ്താലിൻ സിറപ്പ് കൊണ്ട് മാറുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പം അതിലും അസ്താലിൻ നെബുലൈസേഷനായി, അത് കഴിഞ്ഞപ്പോൾ ഇൻഹേലറായി, അത് കഴിഞ്ഞപ്പോൾ കണ്ടിന്യൂസ് ഇൻഹേലർ ഉപയോഗിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അസ്താലിനും ബ്യൂഡിക്കേർട്ടും നെബുലൈസേഷനായി, ഇൻഹേലറായി. അങ്ങനെ 6 മാസം അടുപ്പിച്ച് വലിപ്പിച്ചു. അതിൻ്റെ ഇടയ്ക്ക് ഇവനിങ്ങനെ ചുമ വരും. അപ്പം മാസത്തിൽ 2 ആൻറ്റിബയോട്ടിക്, പ്രെഡ്നിസോളൻ സിറപ്പ്. അങ്ങനെ നമുക്ക് നേഴ്സുമാർക്കറിയാം പ്രെഡ്നിസോളൻ സിറപ്പ് കൂടുതൽ കൊടുക്കുന്നത് ചീത്തയാണ്. അപ്പം ഡോക്ടേഴ്സ് പറഞ്ഞു, ജോസ്മി കണ്ടിന്യൂസ് ആയിട്ട് നമുക്കന്ന് ഇൻഹേലറിലോട്ട് മാറാം. അങ്ങനെ ബ്യൂഡിക്കോട്ട് 6 മാസം അടുപ്പിച്ച് വലിച്ചു. അതിൻ്റെ ഇടയ്ക്കും ഇവന് വരുന്നുണ്ട്. അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു 4 മാസം കഴിഞ്ഞില്ല, അവന് കൂടിയ അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി, ഒരു ഇൻഹേലർ വലിപ്പിക്കുക 6 മാസം അടുപ്പിച്ച്. അപ്പോൾ ആ ഇൻഹേലർ വലിപ്പിച്ചുകൊണ്ടിരുന്നപ്പം കുഴപ്പമില്ലായിരുന്നു. പിന്നെ അത് സ്റ്റോപ്പ് ചെയ്തപ്പം വീണ്ടും ഒമ്നാക്കോട്ടിൽ, അങ്ങനെ ഡിഫ്ലാസൻ സിറപ്പ്, അങ്ങനെ കൊച്ചു സ്റ്റീറോയിഡ് തന്നെ ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ഞാൻ ഇങ്ങനെ ഉടമ്പടിയിൽ ഇതെല്ലാം വെക്കുന്നുണ്ട്, ഉടമ്പടിയിൽ വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു. അപ്പം എനിക്ക് പോകേണ്ട സമയമായ സമയത്ത് അപ്പം ഞാൻ വന്നു മാതാവിനോട് പറഞ്ഞു, മാതാവേ എൻ്റെ കുഞ്ഞിനെ നിന്നെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ പോകുന്നത്, നീ തന്നെ നോക്കിക്കോണം. അങ്ങനെ വന്ന് പ്രാർത്ഥിച്ചു. ഞാൻ പോയി. അപ്പോൾ അവിടെ ചെന്നിട്ടും എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, അവനിങ്ങനെ മാസത്തിൽ 2 പ്രാവശ്യം ആൻറ്റിബയോട്ടിക് എടുക്കുന്നു, അതിൻ്റെ ഇടയ്ക്ക് അഡിനോയിഡിൻ്റെ പ്രശ്നമുണ്ട്. അപ്പം ഡോക്ടർ പറഞ്ഞ് അഡിനോയിഡ് ഇങ്ങനെ സ്ഥിരമായിട്ടുണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ സർജറി ചെയ്യണം, അങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേനും ആണെങ്കിൽ എനിക്ക് അവിടെ ഇരുന്നിട്ടും കൂടുതൽ വിഷമം. ഞാൻ എന്നും മാതാവിനോട് പ്രാർത്ഥിക്കും. അപ്പം എൻ്റെ ജീവിത പങ്കാളി ഹസ്ബൻഡും വന്ന് ഉടമ്പടി എടുത്തു, ഉടമ്പടി വെച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ ഇവന് സർജറി ചെയ്യണം എന്നുള്ള തീരുമാനത്തിലെത്തി. അപ്പോൾ അവിടെ വന്ന് ജോസഫ് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു. അങ്ങനെ വെഞ്ചരിച്ച തൈലം അച്ഛൻ പൂശിവിനെ പ്രാർത്ഥിച്ചു. ഇവൻ പിന്നെ ഉപയോഗിക്കാൻ എല്ലാ ദിവസവും ഇവനെ കുളിപ്പിക്കുമ്പോൾ വെഞ്ചരിച്ച ഉപ്പ് ഒഴിച്ച വെള്ളത്തിലാണ് ഇവനെ കുളിപ്പിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ എന്നും തേൻ തൊട്ട് വെഞ്ചരിച്ച തൈലവും തൂത്ത് പ്രാർത്ഥിക്കുമായിരുന്നു. അത് അന്ന് മുതൽ പിന്നെ ഞങ്ങൾ ആ ഇൻഹേലറെല്ലാം അങ്ങ് സ്റ്റോപ്പ് ചെയ്തു. പിന്നെ ഇപ്പോൾ ഏകദേശം 6 മാസമായി എൻ്റെ കുഞ്ഞിന് ഒരു കുഴപ്പവും ഇല്ല. അങ്ങനെ അഡിനോയിഡിൻ്റെ പ്രശ്നവും ഡോക്ടറെ നാൾ കാണിച്ചപ്പോൾ പറഞ്ഞു അതൊക്കെ ഇപ്പോൾ മാറിയെന്നാണ് പറഞ്ഞത്. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി. പിന്നെ എൻ്റെ കാരുണ്യ പ്രവർത്തികൾ എന്ന് പറയുന്നത്, ഞാൻ നാട്ടിലായിരുന്നപ്പോൾ ഞാനിവിടെ വൃദ്ധസദനത്തിൽ പോയി അവരെ പരിചരിക്കുകയും അവർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. പിന്നെ ഞാൻ ഇപ്പോൾ ജർമ്മനിയിലായിരിക്കുമ്പോൾ ഞാൻ നാട്ടിലോട്ട് ക്യാഷ് അയച്ചു കൊടുത്തിട്ട് ഹസ്ബൻഡും ഫാമിലിയും പോയി വൃദ്ധസദനത്തിൽ പോയി അവരുടെ കൂട്ടത്തിൽ സമയം ചിലവഴിക്കുക, അവർക്ക് ഫുഡിന് ഉള്ള പൈസ കൊടുക്കുകയും അങ്ങനെ ചെയ്യുന്നു. പിന്നെ എല്ലാ മാസവും പത്രം വാങ്ങിച്ച്
ഞങ്ങൾ ഹസ്ബൻഡാണ് ബസ്റ്റാൻഡിലും അങ്ങനെ എല്ലാവർക്കും അറിയാത്തവരെ വചനം പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്യാറുണ്ട്. നമ്മളെ കൊണ്ട് കഴിയാവുന്ന രീതിയിലെല്ലാം ആര് വിഷമം പറഞ്ഞാലും, ഇപ്പം ഞാൻ അവിടെ ആയിരിക്കുമ്പം എൻ്റെ ഫ്രണ്ട്സ് വിളിച്ചിട്ട് എനിക്ക് എക്സാം എഴുതാൻ പൈസയില്ല അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മളെക്കൊണ്ട് ആര് സഹായം ചോദിച്ചാലും നമ്മളെക്കൊണ്ട് കഴിയാവുന്ന സഹായങ്ങളെല്ലാം ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്. പിന്നെ അതിലുപരി ഞങ്ങൾ കുടുംബ പ്രാർത്ഥനയിലും ആത്മീയമായിട്ട് ഞാൻ കുറേ കൂടെ മാതാവിനോട് ചേർന്നു. എന്ത് കാര്യത്തിനും ഇപ്പം മാതാവിനെ മുൻനിർത്തി മാതാവിനോട് ചോദിക്കും, മാതാവേ ഞാനത് ചെയ്തോട്ടെ. അങ്ങനെ ഒരു മാതാവുമായിട്ടൊരു കൂടുതൽ സ്നേഹത്തിലാകാൻ എനിക്ക് കഴിഞ്ഞു. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലേറെ പ്രത്യേകിച്ച് ഇതിപ്പം രണ്ടാമത്തെ സാക്ഷ്യമാണ് ഇദ്ദേഹം പറയുന്നതിൽ. ഏറ്റവും പ്രധാനപ്പെട്ട ഇവിടെ സാക്ഷ്യം പറഞ്ഞിട്ട് പോയവർ പിന്നീട് വീണ്ടും ഈ ആൾത്താരയിൽ സാക്ഷ്യം പറയാനായിട്ട് എത്തുന്നുണ്ട്. അതിനർത്ഥം പരിശുദ്ധ അമ്മ അവർക്ക് പ്രത്യേകമായിട്ട് അനുഗ്രഹങ്ങൾ കൊടുക്കുന്നു എന്നുള്ളതല്ല, അവർ ഉടമ്പടിയുടെ യഥാർത്ഥ ഒരു ജീവിത രീതിയിലേക്ക് വരുമ്പം നമുക്ക് അമ്മ മാതാവിൻ്റെ സാന്നിധ്യം നമ്മൾ എവിടെ ആയിരുന്നാലും അത് അനുഭവിക്കാനായിട്ട് സാധിക്കും. ഓരോ കാര്യങ്ങളും ക്രമീകരിക്കപ്പെടുന്ന വിധം അത് വളരെ പ്രത്യേകിച്ച് ഉടമ്പടി നിൽക്കുന്ന ഒരാൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും അത് ദൈവത്തിൻ്റെയും ഒരു ക്രമീകരണമാണ് എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ സാക്ഷ്യങ്ങൾ സ്ഥിരം കേൾക്കുമ്പോൾ അറിയാം, നമ്മളൊരു യാത്രയ്ക്ക് പുറപ്പെടുന്ന പല സാക്ഷ്യങ്ങൾ, പ്രത്യേകിച്ച് വിദേശത്തേക്ക് മറ്റും പോകുന്നവരുടെ ഒരുപാട് സാക്ഷ്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെയും പറയുന്ന പോലെ നമുക്ക് വേണ്ടി മുൻപേ ആരോ പോയി ക്രമീകരിച്ചതുപോലെ കാര്യങ്ങളെല്ലാം ക്രമപ്പെടുന്നതും എല്ലാം സമയബന്ധിതമായിട്ട് നടത്തുന്നതുമല്ല. അപ്പോൾ ഇത് ഒരു മാതാവിൻ്റെ വലിയൊരു അനുഭവമായിട്ട് തന്നെയാണ് എല്ലാവരും വായിച്ചെടുക്കുന്നത്. കാരണം ഉടമ്പടിയിലേക്ക് കടന്നു വരുമ്പോൾ പരിശുദ്ധമ്മ നമ്മുടെ കൂടെ സഞ്ചരിക്കും എന്നത് ഒരു ഭംഗിവാക്കല്ല, അതൊരു അനുഭവത്തിൻ്റെ തലമാണെന്ന് അനേകം സാക്ഷ്യങ്ങൾ നിർത്തണം. ഒപ്പം ഒരുപാട് കാര്യങ്ങളിലും മാതാവിൻ്റെ വലിയ സാന്നിധ്യം അനുഭവിക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതും അവിടെ സ്വസ്ഥമായിട്ട് വസിക്കുവാനുള്ള ഭവനം ക്രമപ്പെട്ടതിനും എല്ലാം ഒരു പ്രാർത്ഥനയോടൊപ്പം ഒരു സിസ്റ്ററിനെ പരിചയപ്പെടാൻ ഇടവന്നു എന്ന് പറയുമ്പോൾ തന്നെ അതിൽ ഒരു ഉടമ്പടി കണ്ടനുണ്ട്. കാരണം സിസ്റ്റർമാരെ പരിചയപ്പെടാനുള്ള സാധ്യത ദേവാലയത്തിലാണ്. ഒരു വ്യക്തി ദേവാലയത്തിൽ പോകുമ്പോഴാണ് സിസ്റ്റർമാരെ പരിചയപ്പെടാനുള്ള സാധ്യത ഉള്ളതും. ഉടമ്പടി എടുത്ത വ്യക്തികൾ എവിടെ ആയിരുന്നാലും ദേവാലയത്തെ തേടിപ്പോയി കുർബാന കാണുന്നതും ഒക്കെ ഇതൊരു ഉടമ്പടിയുടെ ഭാഗമായിട്ട് തന്നെ നമുക്ക് ആവശ്യമായുള്ളവരെല്ലാം മാർഗ്ഗമധ്യ ദൈവം കൊണ്ടു ചെന്ന് നിർത്തുന്ന ഒരനുഭവം. അങ്ങനെ സാക്ഷ്യങ്ങൾ പ്രാർത്ഥനയോടെ നമ്മൾ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും എങ്ങനെയാണ് കർത്താവ് ഒരു കാര്യം ക്രമീകരിക്കുന്നത്. അതിന് ദൈവം ആഗ്രഹിക്കുന്ന വഴിയിലൂടെ നമ്മൾ നടക്കണം എന്നുള്ളൊരു സാക്ഷ്യവും കൂടി ഒരു സന്ദേശവും ഉണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു വ്യക്തിക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാവിധ അനുഭവങ്ങളെയും പ്രതി നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം. എൻ്റെ പേര് ലത ആൻ്റണി. ഞാൻ ന്യൂഡൽഹിയിൽ നിന്നാണ് വരുന്നത്. ഞാൻ അവിടുത്തെ സെൻറ്റ് മൈക്കിൾസ് പാരീഷ് അംഗമാണ്. ഞാൻ 2022 ഒക്ടോബറിലാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. അന്ന് മുതൽ ഇന്ന് വരെ അമ്മ മാതാവിൻ്റെ ഉടമ്പടിയിലൂടെ എനിക്ക് ലഭിച്ച സാക്ഷ്യങ്ങൾ, ഇതിനു മുമ്പ് 2 പ്രാവശ്യം ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. ഇത് 3ാമത്തെ പ്രാവശ്യമാണ്. ആദ്യമായി സാക്ഷ്യം പറയുന്നത് എൻ്റെ ചേച്ചിയുടെ മകൻ്റെ കല്യാണത്തിൻ്റെ കാര്യമാണ്. 2019 ഉറക്കത്തിൽ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു പോയതാണ് എൻ്റെ ചേച്ചി. അതുപോലെ തന്നെ ചേട്ടനും 3 മാസങ്ങൾക്ക് ശേഷം മരിച്ചുപോയി. അപ്പം 2020 ഏപ്രിലിൽ അവൻ്റെ ഒരു കല്യാണം അന്ന് നടക്കാനിരുന്നായിരുന്നു. പക്ഷേ അച്ഛനും അമ്മയും മരിച്ചുപോയ ആ കുട്ടിയുടെ കല്യാണം നടന്നില്ല. അതിനുശേഷം അവനും ഭയങ്കര ഡിപ്രഷനായി. അവൻ്റെ കല്യാണം ഒന്നും തന്നെ നടക്കുന്നില്ല. അവൻ പുറത്ത് വിദേശത്തായിരുന്നു ജോലി ചെയ്തിരുന്നത്. പിന്നീട് ഞാനിവിടെ ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ ഞാൻ അവൻ്റെ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചിരുന്നു, അവന് നല്ല ഒരു ഇണയെ കൊടുത്ത് അനുഗ്രഹിക്കണമേ മാതാവേ എന്നുള്ളത്. അതിൻ പ്രകാരം അവന് നല്ല ഒരു ആലോചന വരികയും അവൻ്റെ കല്യാണം ഈ മാസം 22-ാം തീയതിയാണ്. അപ്പോൾ അവൻ്റെ കല്യാണത്തിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഡൽഹിയിൽ നിന്നും വന്നത്. ഈ സാക്ഷ്യം ഞാനിവിടെ രേഖപ്പെടുത്തുന്നു. രണ്ടാമത് എൻ്റെ മൂത്ത മകൻ, അവന് 7 വർഷമായി അമേരിക്കയിലാണ്. അവൻ പഠിക്കാൻ പോയതിന് ശേഷം അവിടെ ജോലിയായി. പക്ഷേ ഒരു വാടകയ്ക്കായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അവർക്ക് ഒരു ഭവനം വാങ്ങിക്കണമെന്ന് വളരെ ആഗ്രഹമായിരുന്നു. പക്ഷേ അമേരിക്കയിൽ എല്ലാവർക്കും അറിയാം, ഒരു പ്രാവശ്യം കോൺട്രാക്റ്റിൽ ഒരു വാടക വീട് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ കാലാവധി പൂർത്തിയാകുന്നതിന് മുൻപേ അവിടുന്ന് വേറൊരു വീട് വാങ്ങിക്കുകയാണെങ്കിൽ നമ്മൾ ടെനൻസിനെ കൊടുക്കണം. ഇൻ കേസ് ടെനൻസിനെ കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ നമ്മളുടെ കയ്യിൽ നിന്ന് ആ കാലാവധിക്കുള്ള മുഴുവനും പൈസയും നമ്മൾ കെട്ടിക്കൊടുക്കണം.
അപ്പോൾ എൻ്റെ മകൻ ഇങ്ങനെ പറഞ്ഞു, മമ്മ ഞങ്ങൾ വീടിന് നോക്കിയിട്ടുണ്ട്. അപ്പം ബ്രോക്കർ കൊണ്ടുപോയി അവരെ 2-3 വീട് കാണിച്ചു. അവർക്ക് ഇഷ്ടമുള്ള ഒരു വീട് അവർക്ക് ലോണിന് വേണ്ടിയിട്ട് കൊടുത്തു. ആ ലോണൊക്കെ അവർക്ക് വളരെ എളുപ്പത്തിൽ തന്നെ സാങ്ഷനായി, കാര്യം നല്ല സിബിൽ സ്കോറും കാര്യങ്ങളും ഉള്ളതുകൊണ്ട്. പക്ഷേ ആ ടെനൻസിനെ കൊടുക്കേണ്ട കാര്യം വന്നപ്പോൾ ടെനൻസിനെ കിട്ടാനായിട്ട് ഒരു ശകലം ബുദ്ധിമുട്ട് വന്നു. ആ സമയത്ത് ഞാൻ ലൈറ്റ് എ ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ട് അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചു, അമ്മേ ഒരാഴ്ചയ്ക്കകം തന്നെ അമ്മ നല്ലൊരു ടെനൻസിനെ അവർക്ക് കൊടുക്കണം, ഇല്ലെങ്കിൽ വീണ്ടും 5 മാസത്തെ എഗ്രിമെൻ്റ് ഉണ്ട്, അതിനകത്ത് അവൻ്റെ പൈസ പോകും. പക്ഷേ അമ്മ മാതാവ് 2 ദിവസം കൊണ്ട് തന്നെ നല്ലൊരു ടെനൻസിനെ അവന് കൊടുക്കുകയും അങ്ങനെ എഗ്രിമെൻറ്റിൽ നിന്ന് അവർക്ക് റിലീഫ് കിട്ടി, ഒരു നല്ല ഭവനം നൽകി അമ്മ മാതാവ് എൻ്റെ മകനെ അനുഗ്രഹിച്ചു. മൂന്നാമത്തെ എൻ്റെ സാക്ഷ്യം, എൻ്റെ ഏറ്റവും ഇളയ മകൻ കഴിഞ്ഞ വർഷം ബാംഗ്ലൂർ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്താണ്, ഡിഗ്രിക്ക് ഫസ്റ്റ് ഇയർ. അവന് 1 മാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു സുഹൃത്തിൻ്റെ ബർത്ത്ഡേ പാർട്ടിക്ക് വേണ്ടിയിട്ട് ബാംഗ്ലൂരിലെ ഒരു ഔട്ട്സ്കേർട്സ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് കുറച്ച് ആൾക്കാർ ഒന്നിച്ച് പോയതാണ്. പക്ഷേ രാത്രി 12 മണിവരെ ഞങ്ങൾ ഫോൺ ചെയ്തിട്ടും അവൻ ഫോൺ പിക്കപ്പ് ചെയ്യുന്നില്ല. ഞങ്ങൾ ആകെപ്പാടെ ടെൻസ്ഡായി. ഒരു 2 മണിയായപ്പോൾ ഒരു അൺനോൺ നമ്പറിൽ നിന്നും ഒരു കോൾ വന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ മകനെ ഒരാൾ ഓട്ടോറിക്ഷയിൽ കയറ്റിയിരുത്തിയിട്ടുണ്ട്, ഈ കൊച്ചിന് ഒരു അൺകോൺഷ്യസ് പോലെയാണ് തോന്നുന്നത്, നിങ്ങൾ നോക്കൂ ഇത് നിങ്ങളുടെ കുട്ടിയാണോ ഇല്ലയോ എന്നുള്ളത്. ഞാനും എൻ്റെ ഹസ്ബൻഡും ആ സമയത്ത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ജോലിക്ക് വേണ്ടിയിട്ട് ഹിമാചൽ പ്രദേശിലായിരുന്നു. ആ സമയത്ത് എൻ്റെ ഹസ്ബൻഡിന് പക്ഷേ ഉറക്കത്തിൽ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ മകൻ്റെ കാര്യം കേട്ടപ്പോൾ പുള്ളി പെട്ടെന്ന് തലകറങ്ങി. ഞാനും വളരെയധികം വിഷമിച്ചു. പക്ഷേ ഞാൻ പെട്ടെന്ന് തന്നെ മനസ്സംയമനത്തോടുകൂടി ഞാൻ അയാളോട് പറഞ്ഞു, എൻ്റെ നമ്പർ ഇതാണ്, വാട്സപ്പ് ഉണ്ട്, നിങ്ങൾ വേഗം ഒരു ഫോട്ടോ അയച്ചു തരൂ. അങ്ങനെ ഫോട്ടോ അയച്ചു തന്നപ്പം അതെൻ്റെ ഇളയ മകനാണ്. അവന് വളരെ വല്ലാത്തൊരവസ്ഥയിൽ ആരോ ഇങ്ങനെ ചാരിൽ വെച്ചിരിക്കുന്ന പോലെയാണ് ഓട്ടോറിക്ഷയിൽ ഇരുത്തിയിരിക്കുന്നത്. ഞാൻ ചോദിച്ചു എന്തു പറ്റി? അപ്പോൾ പറഞ്ഞു അറിയില്ല, ഈ കുട്ടിയെ 2 പേർ ചേർന്ന് എൻ്റെ ഓട്ടോ കൈ കാണിച്ച് നിർത്തി അതിനകത്തിരുത്തിയതാണ്. ഞാൻ പറഞ്ഞു എൻ്റെ മകനൊന്നും സംഭവിക്കരുത്, നിങ്ങൾ ദൈവത്തെ ഓർത്ത് ഞാൻ അഡ്രസ്സ് തരാം, ആ അഡ്രസ്സിൽ അവൻ്റെ ഹോസ്റ്റലിൽ എത്തിക്കണം എന്ന് പറഞ്ഞു. അവർ പറഞ്ഞു ഞാനൊന്നും ചെയ്യില്ല, നിങ്ങളുടെ മകനെ എത്തിക്കാം. ആ സമയത്ത് ഞാൻ ഉടമ്പടിയിലായിരുന്നു. ഞാൻ പെട്ടെന്ന് തന്നെ എൻ്റെ മകൻ്റെ ഫോട്ടോയിൽ അമ്മയുടെ ഉടമ്പടി തൈലം കുരിശ് വരച്ച് പ്രാർത്ഥിച്ച് ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. ഉടനെ മുട്ടുകുത്തി നിന്ന് ഞാൻ കണ്ണീരോടെ അമ്മയോട് വിശ്വാസപ്രമാണം ചൊല്ലി എൻ്റെ മകനെ സുരക്ഷിതമായിട്ട് എത്തിച്ച് ആ ഓട്ടോറിക്ഷക്കാരൻ്റെ ഫോൺ വരണേ എന്ന് പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ ഒരു 2 മണിക്കൂർ എടുത്തു കഴിഞ്ഞു. 4 മണി ഏർലി മോർണിംഗ് ഒരു 4 o'clock ആയപ്പോഴത്തേക്കുമാണ് അവനെ അവൻ താമസിക്കുന്ന ഹോസ്റ്റലിൽ കൊണ്ടു എത്തിച്ചു എന്നും പറഞ്ഞ് സുരക്ഷിതമായി എത്തിച്ചു എന്നും പറഞ്ഞ ആ ഓട്ടോക്കാരൻ്റെ ഫോൺ വന്നത്. അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി, എൻ്റെ മകനെ ഒരാപത്തും കൂടാതെ കാത്തു സംരക്ഷിച്ചതിന്. 4ാമത്തെ എൻ്റെ നിയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങളുടെ ഒരു ഫാമിലി സുഹൃത്ത്, പുള്ളി ജയ്പൂരിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ജയ്പൂരിൽ നിന്നും ഡൽഹിക്ക് ഊബറിൽ വരുന്ന സമയത്ത് ഊബറിൻ്റെ ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ്. ഒരു ട്രെയിലർ ലോറിയിൽ ചെന്നാണ് ഊബറിൻ്റെ വണ്ടി ഇടിച്ചത്. പുള്ളി ഡ്രൈവറിൻ്റെ കോ സീറ്റിലായിരുന്നു ഇരുന്നിരുന്നത്. പുള്ളിയുടെ കാല് 2ഉം മുട്ട് പൊട്ടി, ഒരു വലിയ ആക്സിഡൻറ്റ്. അതുപോലെ വലത്തെ കൈയുടെ മുട്ട് ഒടിഞ്ഞു പോയി. അപ്പോൾ പുള്ളിയുടെ വൈഫ് ഞങ്ങളുടെ ഗംഗാറാം എന്ന് പറയുന്ന ഡൽഹിയിലെ ഒരു ഹോസ്പിറ്റലിലെ സ്റ്റാഫ് നേഴ്സാണ്. പുള്ളിക്കാരൻ ജസ്റ്റ് വൈഫിനെ വിളിച്ചു പറഞ്ഞു എനിക്കിങ്ങനെ ഒരു വലിയ ആക്സിഡൻറ്റ് പറ്റിയെന്ന് പറഞ്ഞു. വൈഫ് പോലീസുകാരോട് പറഞ്ഞു എത്രയും പെട്ടെന്ന് ഇദ്ദേഹത്തിനെ കാഷ്വാലിറ്റിയിൽ എത്തിക്കുക. വിൻസെൻറ്റിനെ കാഷ്വാലിറ്റിയിൽ എത്തിച്ചു. ഡോക്ടർ നോക്കിയപ്പം പുള്ളിയുടെ കൈക്ക് ഓപ്പറേഷൻ വേണം, 2 മുട്ടിനും ഓപ്പറേഷൻ വേണം. മിനി ഞങ്ങളെ വിളിച്ചു പറഞ്ഞു, ചേച്ചി എൻ്റെ ഭർത്താവ് വളരെ ബുദ്ധിമുട്ടിലാണ്, അന്ന് അവർ ഉടമ്പടി എടുത്തിട്ടില്ല, പക്ഷേ ഞാൻ ഉടമ്പടി ഇരിക്കുന്ന വിവരം മിനിക്കറിയാം. ഞാൻ മിനിയോട് പറഞ്ഞു, മിനി പേടിക്കേണ്ട, ഞങ്ങളുടെ മാതാവിനോട് പ്രാർത്ഥിക്കാം, നിൻ്റെ ഭർത്താവിന് ഒരു കുഴപ്പവും വരില്ല. അവിടെ ചെന്ന് നോക്കുമ്പോഴാണ് പുള്ളിക്ക് ഷുഗർ 345, ഉടനെ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല. പുള്ളിക്ക് ഇൻസുലിൻ സ്റ്റാർട്ട് ചെയ്തു. 2 ദിവസം കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ പുള്ളിയുടെ ഷുഗർ നോർമലായി. ഒരു കാല് ഓപ്പറേഷൻ ചെയ്തു. ഓപ്പറേഷൻ ചെയ്ത് ഡോക്ടർ പറഞ്ഞു 20 ഡേയ്സിന് ശേഷം വീണ്ടും വന്ന് എക്സ്റേ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കാലിനോ കുഴപ്പമില്ലെന്നുണ്ടെങ്കിൽ പയ്യനെ ഫിസിയോതെറാപ്പി ചെയ്യാം. ആദ്യത്തെ കാല് ഓക്കെ ആയി, ഫിസിയോതെറാപ്പി ചെയ്തു. 2ാമത്തെ കാലിന് 2 മാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഓപ്പറേഷൻ ചെയ്തു. പക്ഷേ എന്ത് ചെയ്തിട്ടും ആ കാലിൽ എത്രയോ പ്രാവശ്യം എക്സ്റേ എടുത്തിട്ടും അത് ഓക്കെ ആവുന്നില്ല. ഞങ്ങൾ ഹിമാചൽ പ്രദേശിൽ നിന്ന് വന്ന് വിൻസെൻ്റ് അടുത്ത് ചെന്ന് ഞാൻ ഉടമ്പടി തൈലം പുരട്ടി, 2 കാലിലും പുരട്ടി, നെറ്റിയിലും പുരട്ടി. ഞങ്ങൾ 4 പേരും കൂടെ ഒന്നിച്ച് കൈകൾ ചേർത്ത് പിടിച്ച് അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷ പ്രാർത്ഥനയും വിശ്വാസ പ്രമാണവും ചൊല്ലി വിൻസെൻറ്റിനെ സമർപ്പിച്ചു പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം വിൻസെൻറ്റിന് ഹോസ്പിറ്റൽ വിസിറ്റുണ്ട്. എക്സ്റേ എടുത്തപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ല, നമുക്ക് ഫിസിയോതെറാപ്പി സ്റ്റാർട്ട് ചെയ്യാം.
വിതിൻ 2 മാസം ഫിസിയോതെറാപ്പിയിലൂടെ പുള്ളി നടക്കാൻ തുടങ്ങി. കഴിഞ്ഞ വർഷം ഡിസംബറിൽ അവർ ഹസ്ബൻഡും വൈഫും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു, അമ്മ മാതാവിനെ മഹത്വപ്പെടുത്തി. എൻ്റെ 4ാമത്തെ സാക്ഷ്യം, കുറേ വർഷങ്ങളായിട്ട് എനിക്ക് ഫ്ലൈറ്റ് യാത്ര ചെയ്യുമ്പോൾ എൻ്റെ ചെവിക്കകത്ത് വളരെ ബുദ്ധിമുട്ടാണ്. എല്ലാവർക്കും അറിയാം, ടേക്ക് ഓഫും ലാൻഡിങ് ചെയ്യുമ്പോൾ എൻ്റെ ചെവിയുടെ ഒരു ഭാഗത്ത് നീര് വരും, മുഖത്ത് നീര് വരും, ചെവി കേൾക്കാൻ പറ്റില്ല. പിന്നീട് 3-4 മാസത്തേക്ക് എനിക്കൊന്നും പറ്റില്ല. പക്ഷേ ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ എപ്പോൾ ഫ്ലൈറ്റ് യാത്ര ചെയ്തു കഴിഞ്ഞാലും ഉടമ്പടി തൈലം കൊണ്ട് ചെവിയുടെ പുറകിൽ കുരിശ് വരച്ച് പ്രാർത്ഥിച്ച് അമ്മ മാതാവിനെ സമർപ്പിക്കും. ഇപ്രാവശ്യം ആദ്യമായിട്ടാണ് ഞാൻ യാതൊരു കുഴപ്പവുമില്ലാതെ എത്തിച്ചേർന്നത്. ആ ഒരു രോഗശാന്തിക്കും ഞാൻ അമ്മ മാതാവിനോട് നന്ദി പറയുന്നു. പിന്നീട് എൻ്റെ 2 മുതിർന്ന മക്കൾ 2 പേരും വിദേശത്താണ്. അവർക്ക് 2 പേർക്കും ഒരേ സമയത്ത് തന്നെ കോവിഡിൻ്റെ ഒരു സെക്കൻഡ് അറ്റാക്ക് ഉണ്ടായി. 2 പേർക്കും പനിയും നെഞ്ചിനകത്ത് കഫക്കെട്ടും ചുമയുമൊക്കെ ആയിരുന്നു. അമേരിക്കയിൽ എല്ലാവർക്കും അറിയാം, ഒരു ജനറൽ പ്രാക്ടീഷണറെ കാണാൻ ഇറ്റ്സ് നോട്ട് ആൻ ഈസി തിങ്. അത് അപ്പോയിൻമെൻ്റ് എടുത്ത് ഒരുപാട് വെയിറ്റ് ചെയ്യേണ്ടി വരും. അവർ 2 പേരും വളരെ ബുദ്ധിമുട്ടിലായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞു, നിങ്ങൾ പേടിക്കേണ്ട, മമ്മ ഇവിടെ ഇന്ന് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ അവരോട് ഞാൻ പറഞ്ഞു കൊടുത്തു, ചെസ്റ്റിൽ കുരിശ് വരച്ച് വിശ്വാസപ്രമാണം ചൊല്ലി, നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലി നിങ്ങളും പ്രാർത്ഥിക്കുക, മമ്മയും പ്രാർത്ഥിക്കാം. അതുപോലെ ഞങ്ങൾ ഒന്നിച്ചു പ്രാർത്ഥിച്ചു. ഒരാഴ്ചയ്ക്കകം അവരുടെ സ്റ്റീമും അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ട് 2 പേർക്കും രോഗവിമുക്തി കിട്ടി. അതിനും അമ്മ മാതാവിന് 1000 നന്ദി. പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം, ഞാൻ താമസിക്കുന്നത് ഡൽഹിയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു IAS സെൻറ്ററിൻ്റെ അടുത്താണ്. ഒരുപാട് കുട്ടികൾ IASന് ട്രെയിനിങ്ങിന് വേണ്ടി വരാറുണ്ട്. ഞാൻ എൻ്റെ പത്രം അവിടുത്തെ കുട്ടികൾക്കാണ് കൂടുതലും കൊടുക്കാറുള്ളത്. കാര്യം ഇവിടെ ഉടമ്പടിയിൽ ഒരുപാട് പേര് OET, IELTS അങ്ങനെയുള്ളതിന് സാക്ഷ്യങ്ങൾ പറയാറുണ്ട്. അപ്പം ഞാൻ അവരോട് പറഞ്ഞു കൊടുക്കും, നിങ്ങളുടെ നിയോഗങ്ങൾ എഴുതി വെച്ച് ഈ പത്രം വായിച്ച് അതിലൂടെ അമ്മ മാതാവിന് വേണ്ടി പ്രാർത്ഥിക്കുക. പിന്നെ ലൈറ്റ് എ ക്യാൻഡിൽ പ്രെയർ ഇടാനുള്ള അവർക്ക് ഞാൻ ഗൂഗിളിൻ്റെ അത് കാണിച്ചു കൊടുക്കും. എന്നിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക, നിങ്ങൾക്ക് അനുഗ്രഹം കിട്ടും. അങ്ങനെ IASനും നിങ്ങൾക്ക് കിട്ടിയെന്നുള്ളത് ഇവിടെ അമ്മ മാതാവിൻ്റെ മുന്നിൽ നിങ്ങൾക്ക് സാക്ഷ്യപ്പെടുത്താൻ സാധിക്കും. അങ്ങനെ അതുപോലെ തന്നെ പേപ്പർ കൊടുക്കുന്നത് ഞാൻ ഒരിക്കലും വെറുതെയല്ല. അതിൻ്റെ മുകളിൽ വാഗ്ദാന പേടകമേ, കൃപാസനം പ്രസാദവര മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്നെഴുതി ഓരോ പത്രത്തിലും ഉടമ്പടി തൈലം കൊണ്ട് കുരിശ് വരച്ചിട്ട് യോഗ്യതയുള്ളവരുടെ കൈകളിൽ എത്തിക്കണമേ മാതാവേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ എൻ്റെ എല്ലാ പേപ്പറുകളും കൊടുക്കാറുള്ളത്. പിന്നീട് എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം ഡൽഹിയിലെ തന്നെ ഹോളി ഫാമിലി ഹോസ്പിറ്റലിൽ, പലർക്കും അറിയാമായിരിക്കും. ആ ഹോസ്പിറ്റലിൽ ഒരുപാട് കുട്ടികൾ വരാറുണ്ട്, പീഡിയാട്രിക് വാർഡിൽ. അതിൽ അനാഥരുണ്ട്, ചിലർ മറ്റുള്ളവരാൽ വളരെയധികം പീഡിതരായിട്ട കുട്ടികളുണ്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ള ഫൈനാൻഷ്യൽ ഹെൽപ്പ് ഞങ്ങളുടെ പള്ളിയിൽ തന്നെ ഉടമ്പടി എടുത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട്, ഞങ്ങളുടെ സുഹൃത്തുക്കളുണ്ട്. അവരോട് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞ് അവരിൽ നിന്നും പൈസ കളക്ട് ചെയ്ത് ഞാൻ അവിടെ കൊണ്ട് സാമ്പത്തിക സഹായം ചെയ്യാറുണ്ട്. പിന്നീട് മദർ തെരേസയുടെ ഒരു വലിയ ആശ്രമമുണ്ട് ഞങ്ങളുടെ ഡൽഹിയിൽ. അവിടെ ഒരുപാട് കുട്ടികളുണ്ട്. അത് 9 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികളാണ്, പല ഏജിലുള്ള കുട്ടികൾ, പല രോഗത്താൽ പീഡിതരായവർ. അവിടെ പോയി എൻ്റെ മക്കളുടെ ബർത്ത്ഡേക്ക്, ഞങ്ങളുടെ ആനിവേഴ്സറിക്ക് ആ കുട്ടികളോടൊപ്പം കേക്ക് കട്ട് ചെയ്യാനും അവരോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യാനും അതുപോലെ തന്നെ അവർക്ക് ആവശ്യമായ ഡയപ്പേഴ്സ്, ബെഡ്ഷീറ്റ് അങ്ങനെയുള്ള സാധനങ്ങൾ എത്തിക്കാനും എനിക്ക് കഴിയാറുണ്ട്. ഞാൻ അതിനും അമ്മ മാതാവിന് നന്ദി പറയുന്നു. പിന്നീട് അച്ഛൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ആത്മീയ ജീവിതത്തിൽ വന്ന ഏറ്റവും വലിയൊരു മാറ്റം, ഞാൻ 24ാമത്തെ വയസ്സിലാണ് ഒരു ഹിന്ദുവിൽ നിന്നും ക്രിസ്ത്യനായത്. 32 വർഷക്കാലം ഞാൻ ക്രിസ്ത്യാനിയായി ജീവിച്ചുവെങ്കിലും കഴിഞ്ഞ 30 വർഷം ഒരു അജ്ഞാതവാസത്തിലായിരുന്നു. ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ കൂടെ പള്ളിയിൽ പോകും, പക്ഷേ ഞാൻ ഒരു വിശ്വാസിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒൺലി സൺഡേ ക്രിസ്ത്യൻസ് ആയിരുന്നു, അങ്ങനെ വിശ്വാസമില്ല. പിന്നെ ഹസ്ബൻഡ് പോകുന്ന ധ്യാനത്തിന് പോകും, പാറപ്പുറത്ത് വീണ വിത്ത് പോലെയാണ്. ചില വചനങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിൽ തങ്ങി നിൽക്കും, പക്ഷേ 1-2 ദിവസം കഴിയുമ്പം അത് വിട്ടുപോകും, പിന്നീട് ഒന്നും അറിയില്ല. പക്ഷേ എന്ന് ഞാൻ കൃപാസനത്തിൽ ഉടമ്പടി എടുത്തോ അന്ന് മുതൽ ഒരു പുതുജീവിതം കിട്ടിയെന്ന് പറഞ്ഞാൽ മതി. ഒന്നിച്ച് പ്രാർത്ഥിക്കുവാനും, അച്ഛൻ എപ്പോഴും പറയും, കണ്ണീരോടുകൂടി പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബനാഥ വീട്ടിലുണ്ടെങ്കിൽ അവിടെ മാതാവിൻ്റെ അനുഗ്രഹം വളരെയധികം ഉണ്ടാകുമെന്ന്. അതിപ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ ഫലവത്തായത്. കാര്യം എൻ്റെ മക്കൾക്ക് വേണ്ടി, എൻ്റെ കുടുംബത്തിന് വേണ്ടി, എൻ്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടി, രോഗിതരായിട്ടുള്ളവർക്ക് വേണ്ടി ശരിക്കും കണ്ണീരോടുകൂടി ഇന്നാണ് ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കാറുള്ളത്. ഇന്നാണ് ശരിക്കും ഞാൻ പറയുന്നത് ഒരു ക്രിസ്ത്യാനിയായി എന്നുള്ളത്. അതിനു മുമ്പേ ഞാൻ അങ്ങനെയല്ലായിരുന്നു. ആത്മീയ ജീവിതത്തിൽ ഒന്നിച്ച് കുടുംബ പ്രാർത്ഥന ചെയ്യാൻ,
അതുപോലെ തന്നെ എൻ്റെ മക്കളെ വിശ്വാസത്തിലേക്ക് നയിക്കുവാൻ, അവർക്കും അമ്മ മാതാവിലും ദൈവത്തിലും വിശ്വാസം വളർത്തുവാൻ എനിക്ക് കഴിഞ്ഞു. അത് അമ്മ മാതാവ് വഴി തന്നാണ്. പിന്നെ ജോസഫ് അച്ഛൻ്റെ ഒരു ധ്യാനം പോലും മുടക്കാറില്ല. ആക്ച്വലി 6 ധ്യാനം കൂടിയാൽ മതിയെന്നുണ്ടെങ്കിലും എത്രയോ ധ്യാനമുണ്ടെങ്കിലും അതെന്നും രാവിലെ മുതൽ കേൾക്കും. അതുപോലെ തന്നെ എന്നും അച്ഛൻ്റെ ഓരോ ധ്യാനങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ഒരു ബുക്ക് നിറച്ച് എനിക്കറിയാൻ വയ്യാത്ത വചനങ്ങളെല്ലാം എഴുതിയിടും. അത് പിന്നീട് ഞാൻ എൻ്റെ പേഴ്സണൽ പ്രെയറിൻ്റെ സമയത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടമുണ്ടെന്ന് തോന്നുന്ന വചനം പറഞ്ഞ് ഞാൻ അമ്മ മാതാവിനോട് പ്രാർത്ഥിക്കും. ആദ്യമൊക്കെ ഈശോയോടും അമ്മയോടും പരാതി പറയുമായിരുന്നു, പല കാര്യങ്ങളും നടത്തി തന്നില്ല അങ്ങനെയാണ് എന്നൊക്കെ. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഞാൻ എൻ്റെ അമ്മ മാതാവിൻ്റെയും ഈശോയുടെയും ഇഷ്ടത്തിന് വിട്ടുകൊടുക്കുകയാണ്. കാര്യം അമ്മ മാതാവിൻ്റെയും ഈശോയുടെയും ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ ഇനിയുള്ള കാലം കഴിയണേ എന്നുള്ളൊരു പ്രാർത്ഥനയോടുകൂടി എനിക്ക് ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ 1000 നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഇപ്പോൾ ഈ ഒരു സാക്ഷ്യം നമ്മൾ കേൾക്കുമ്പം ഈ ഒരു സാക്ഷ്യത്തിൻ്റെ ഏറ്റവും അവസാനം പറഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടാണ്. ഒന്നാമത്തേത്, ഉടമ്പടിയിലെ കാര്യങ്ങൾ വ്യക്തമായിട്ടും ഒപ്പം വളരെ ഗൗരവമായിട്ടാണ് ഇദ്ദേഹം ചെയ്യുന്നത്. അത് ഒരു പത്രം കൊടുക്കുന്നതാണെങ്കിൽ ഒരുപാട് പ്രാർത്ഥിച്ച് അർഹമായ കരങ്ങളിൽ കൊടുക്കണമെന്ന് പ്രാർത്ഥിച്ചിട്ട് മാത്രമല്ല, ഒരു ഭാവി ലക്ഷ്യം കണ്ടുകൊണ്ട് വ്യക്തമായിട്ട് പറഞ്ഞ് ഡൽഹി പോലൊരു സ്ഥലത്ത് പ്രാർത്ഥിച്ചൊരുങ്ങി ഒരു പ്രാർത്ഥനയോടുകൂടി മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ളൊരു ഗൗരവം ഈ പ്രാർത്ഥനയ്ക്ക് ഇദ്ദേഹം നൽകുന്നുണ്ട്. രണ്ടാമത്തത്, ഉടമ്പടിയുടെ ഭാഗമായിട്ടുള്ള കാരുണ്യ പ്രവർത്തനങ്ങളിലും പറ്റുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്ത കുറേ പ്രവർത്തനങ്ങളുടെ ഒരു ആസ്തി ഓരോ ഉടമ്പടി സാക്ഷ്യത്തിൻ്റെ പിന്നിലുണ്ട്. ഇവർ ഓരോ വ്യക്തികളും ഒരു 10 മിനിറ്റോ 12 മിനിറ്റോ 15 മിനിറ്റോ സാക്ഷ്യം പറയുന്നത് മാത്രമല്ല, അവർ ഇതിനു വേണ്ടി ഇറങ്ങിത്തിരിച്ച യാത്രകളും കണ്ടുമുട്ടിയ മുഖങ്ങളും അനുഭവിച്ച അനുഭവങ്ങളും വാക്കുകൾക്കപ്പുറമാണ്. അപ്പോൾ ഈ മക്കളുടെ കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് പറഞ്ഞത്. ഇപ്പോൾ ഈ അമ്മ പ്രാർത്ഥിക്കുമ്പോൾ എന്തുകൊണ്ടാണ് മക്കൾക്ക് ഇത്തരം അനുഭവങ്ങൾ കിട്ടുന്നു എന്നുള്ള ചോദ്യത്തിനാണ് ഏറ്റവും അവസാനം പറഞ്ഞത്. വ്യക്തമായിട്ട് ഒരു വിശ്വാസ ജീവിതത്തിലേക്ക് ഉടമ്പടി ഒരു വ്യക്തിയെ കൊണ്ടുചെന്ന് നിർത്തുന്നുണ്ട് വ്യക്തമായ അനുഭവങ്ങളോട് കൂടി. അതുകൊണ്ട് തന്നെയാണ് ദൈവത്തിന് മുൻപിൽ ഉടമ്പടി പ്രാർത്ഥനകൾ ഒരു ബലമുള്ളതായി തീരുന്നതെന്ന് പറഞ്ഞാൽ അത്രത്തോളം ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മൾ ജീവിതത്തെ മാറ്റാനായിട്ടൊരു പരിശ്രമം ഉടമ്പടിയിൽ ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഇദ്ദേഹം ഒരു വിൽസൺ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ അനുഭവത്തിനെക്കുറിച്ചും പറയുന്നുണ്ട്. ആ സമയത്തും കുടുംബമായിട്ട് ഇവരെല്ലാം മുട്ടുകുത്തിയും പ്രത്യക്ഷീകരണ പ്രാർത്ഥന വിശ്വാസ പ്രമാണമൊക്കെ ചൊല്ലിയെന്നാണ് പറയണം. അപ്പം ഒരു സാഹചര്യം, അതുകൊണ്ട് മകനെ ഒന്ന് മിസ്സാവുന്ന സമയത്തും ആ സമയത്ത് ആ ഫോട്ടോ എടുത്ത് ഉടമ്പടി തൈലം കുരിശ് വരച്ച്. അപ്പോൾ ഉടമ്പടി എടുത്തൊരു വ്യക്തിക്ക് ഒരു പെട്ടെന്നൊരു എമർജൻസി സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ ആദ്യം അവർ പെട്ടെന്ന് വിശ്വാസമാണ് മുറുകെ പിടിക്കണം. ആദ്യം അത് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് അപ്പം തന്നെ കൊടുത്ത് പ്രാർത്ഥിച്ച് പ്രത്യാശയോടെ മുൻപോട്ട് പോകാനുള്ളൊരു ധൈര്യം ഈ ചെയ്യുന്ന പ്രവൃത്തിക്കെല്ലാം മാതാവ് അതിൻ്റേതായിട്ടൊരു ബലവും നൽകുന്നുണ്ടെന്നുള്ളതാണ് മറ്റൊരു തലമെന്ന് പറയണത്. അപ്പം ഒരു കുടുംബം മുഴുവൻ മുട്ടുമേ നിന്ന് കൈകൾ വിരിച്ച് പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് നിയമം കൂടി ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുമ്പം ഈ പ്രത്യക്ഷീകരണത്തിനൊരു സത്യമുള്ളത് കൊണ്ട് മാതാവ് ആ ഒരു സാന്നിധ്യം അവിടെ അറിയിക്കും എന്നുള്ളത് സത്യമാണ്. കാരണം നിങ്ങൾക്കറിയാം, കൃപാസനത്തിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ ആദ്യം ഉണ്ടായത് ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയാണ്. അപ്പം പിന്നീട് മകൻ്റെ കാര്യം വരുമ്പോഴും മക്കളുടെ കാര്യം വരുമ്പോഴും ഓരോ സിറ്റുവേഷനാണ്, ഓരോ അമേരിക്കയിലെ സ്ഥലത്ത് എന്താണ് നോംസ് അതെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ മക്കൾക്ക് ആവശ്യം അമ്മയുടെ പ്രാർത്ഥനയിൽ വിശ്വാസം ഉണ്ടാകുന്നത് മക്കളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഈ വിശ്വാസത്തിൻ്റെ അനുഭവങ്ങളും കൂടെ ഉണ്ടാകുമ്പോഴാണ്. അതുണ്ടാകുവാനായിട്ട് വ്യക്തമായിട്ട് നമുക്ക് ഒരുപാട് സാധ്യതകൾ ഈ ഒരു കാലഘട്ടത്തിൽ ഉടമ്പടിയിലൂടെ ദൈവം തുറന്ന് തന്നിട്ടുണ്ട്. ഇപ്പം ഒരുപാട് വിദേശത്തുള്ള മക്കൾക്ക് വേണ്ടി ഇവിടെ അമ്മമാരൊന്ന് സാക്ഷ്യം പറയുന്നുണ്ട്. വിദേശത്താണ് മക്കളെങ്കിൽ ഇവിടെ നിന്നാണ് അവരെ ഡയറക്റ്റ് ചെയ്യുന്നത്. എന്ത് പ്രാർത്ഥിക്കണം, എങ്ങനെ പ്രാർത്ഥിക്കണം, എന്ത് ചെയ്യണം, അങ്ങനെ അത്രയും സ്ട്രോങ് ആയിട്ട് വിശ്വാസത്തെ അനുഭവങ്ങളെ കൈമാറ്റം ചെയ്യാൻ ഉടമ്പടിയുടെ ഒരു സാധ്യതയുണ്ട്. അത് വ്യക്തമായിട്ട് ഇദ്ദേഹം ഉപയോഗിക്കുന്നു. അത് വ്യക്തമായിട്ട് പരിശുദ്ധ അമ്മ സാന്നിധ്യം നൽകി കൂടെ നിൽക്കുന്നു. കാരണം ഉടമ്പടിയിൽ ഗൗരവമായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയോടൊപ്പം പരിശുദ്ധ അമ്മ ഗൗരവമായിട്ട് നിൽക്കുമെന്നുള്ളത് ഉടമ്പടിയുടെ ഏറ്റവും സിമ്പിളായിട്ടുള്ള യുക്തിയാണ്. ഈ ഒരു സാക്ഷ്യം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വം. ഈ പരിശുദ്ധ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്താനായി പ്രത്യക്ഷീകരണത്തിൻ്റെ ഒരു സാക്ഷിയായി എന്നെ കൊണ്ടുവന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാറിനും കോടാനുകോടി നന്ദി രേഖപ്പെടുത്തുന്നു. എൻ്റെ പേര് സൗമ്യ ജോൺ. ഇതെൻ്റെ മകൾ ഇമയ ആൻഡ് ദീപേഷ്. ഞങ്ങൾ പാലക്കാട് ജില്ലയിലെ കരിമ്പ ലിറ്റിൽ ഫ്ലവർ ചർച്ച് ഇടവകാംഗങ്ങളാണ്. ഞാൻ ഏകദേശം ഒരു 4 വർഷത്തോളം കൊതിച്ചിട്ടുണ്ട് പരിശുദ്ധമായ ഈ അൾത്താരയിൽ, പരിശുദ്ധമായ ഈ കൃപാസനത്തിലൊന്ന് വരാനും ഉടമ്പടി എടുക്കാനും. മാതാപിതാക്കളുടെ ആരോഗ്യ പ്രശ്നങ്ങളും അവരുടെ പ്രായാധിക്യവും അതിന് ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ എനിക്ക് ഭയങ്കര ഉറപ്പുണ്ടായിരുന്നു എന്നെങ്കിലും അമ്മ എന്നെ ഇവിടെ കൊണ്ടുവരുമെന്ന്. 2023
മെയ് 24 എൻ്റെ മോളുടെ 6ാമത്തെ ബർത്ത്ഡേയുടെ അന്ന് മാതാവ് എനിക്കതിനൊരു അവസരം തന്നു. ഞാൻ ഉടമ്പടി വെച്ച സമയത്ത് ഞാൻ കൂടുതലും മറ്റുള്ളവർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കാറ്. എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങൾ എൻ്റെ മാതാവ് എനിക്ക് വേണ്ടി ചെയ്തു തരുന്ന അനുഭവങ്ങൾ എനിക്ക് ധാരാളമുണ്ട്. എനിക്ക് 6 വർഷത്തോളം കുഞ്ഞുങ്ങളില്ലായിരുന്നു. ഞാനും എൻ്റെ ജീവിത പങ്കാളിയും IVF-നെതിരായിരുന്നു. അന്ന് എനിക്ക് മാതാവ് തന്നതാണ് എൻ്റെ ഈ കുഞ്ഞിനെ. അതുപോലെ അന്നൊന്നും ഞാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാറില്ല. ഞാനത് ഉൾക്കൊണ്ടു, എനിക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ല എന്നുള്ളത്. പക്ഷെ അന്ന് എനിക്ക് എൻ്റെ അമ്മ തന്നതായി കുഞ്ഞിനെ. അതുപോലെ ആദ്യത്തെ ഉടമ്പടിയിലെ എൻ്റെ നിയോഗം എനിക്കൊരു വരുമാന മാർഗം വേണമെന്നുള്ളതായിരുന്നു. അപ്പം ഞാൻ ഈശോയോടും മാതാവിനോടും പ്രത്യേകം പറഞ്ഞു, അമ്മ എനിക്കൊരു വരുമാന മാർഗ്ഗമില്ല, എനിക്ക് ഗസ്റ്റ് ലെക്ചറായിട്ട് എവിടെയെങ്കിലും ഒരു ജോലി വാങ്ങിച്ചു തരണം തൽക്കാലത്തേക്ക് എന്ന്. ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത മെയ് 24-നാണ്. മെയ് 25 എനിക്ക് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ കരിമ്പയിലൊരു ഇൻ്റർവ്യൂ വന്നു. ഞാൻ കാശുരൂപം പിടിച്ചു പോയി. നല്ല രീതിയിൽ എനിക്ക് ഇൻ്റർവ്യൂ പെർഫോം ചെയ്യാൻ സാധിച്ചു. ദൈവകൃപയാലെ ആ ജോലി ലഭിച്ചു. അതേ സമയത്ത് എൻ്റെ അമ്മയ്ക്കൊരു സർജറി ഉണ്ടായിരുന്നു. അമ്മയുടെ സർജറി ചെറിയൊരു സർജറിയായി തുടങ്ങി, അത് അവസാനം ഒരല്പം വലിയ സർജറിയായി മാറി. അമ്മയ്ക്കൊരു 6 മാസത്തോളം ബെഡ് റെസ്റ്റ് വേണ്ടി വന്നു. എങ്കിലും കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്ത് ജോലിക്ക് പോയിക്കൊണ്ടിരുന്ന 12ാമത്തെ ദിവസം എൻ്റെ ജോലി നഷ്ടപ്പെട്ടു. പ്രമോഷൻ, എനിക്ക് സീനിയർ പോസ്റ്റിലായിരുന്നു ഗസ്റ്റായിട്ട് കിട്ടിയിരുന്നത്. അപ്പം പ്രമോഷൻ ട്രാൻസ്ഫർ വന്നപ്പോൾ എൻ്റെ ജോലി പോയി. പക്ഷെ എനിക്ക് വിഷമമൊന്നും തോന്നിയില്ല, ഞാൻ സന്തോഷിച്ചു. 12 ദിവസം ഒരു ഗവൺമെൻറ് സ്കൂളിൽ ജോലി ചെയ്യാനായിട്ട് അമ്മ എന്നെ അനുവദിച്ചല്ലോ, അത് മതി, അത്രയും ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ കാത്തിരുന്നു. ഒരിക്കൽ ഡിസംബറിൽ ഞാൻ നവംബർ അവസാനത്തിൽ ഞാൻ ഉടമ്പടി ധ്യാനത്തിൽ പങ്കെടുക്കുന്നതിന് തൊട്ട് മുമ്പ്, അപ്പോൾ ആ കാലഘട്ടത്തിൽ അമ്മയുടെ രോഗാവസ്ഥ മൂലം അമ്മയ്ക്ക് ശരിക്കൊരു സഹായം, ഒരാൾ കൂടെ നിൽക്കുക ആവശ്യമായിരുന്നു. അപ്പോൾ അത് അറിഞ്ഞ് എൻ്റെ അമ്മ മാതാവ് എനിക്ക് ആ ജോലി മാറ്റി തന്നായിരുന്നു. അപ്പോൾ ഡിസംബറിൽ ഞാനിത് നവംബർ അവസാനം ഇത് കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് കോള് വരികയാണ്, ഗവൺമെൻറ് കോളേജ് പത്തിരിപ്പാലയിൽ ഗസ്റ്റ് ലെക്ചർ പോസ്റ്റിൽ ഒഴിവുണ്ട്. അപ്പോൾ എൻ്റെ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നെറ്റ് ഹോൾഡറല്ല, നെറ്റില്ലെങ്കിൽ ജോലി കിട്ടാനുള്ള സാധ്യത തീരെ കുറവാണ്. അപ്പം ഞാനിങ്ങനെ അമ്മയോടും ഈശോയോടും എനിക്കൊത്തിരി അടുപ്പമുണ്ട്. ഞാൻ ഈശോയെ ചേട്ടായി എന്ന് വിളിച്ചാൽ പലപ്പോഴും സംസാരിക്കാറ്. അപ്പം ഞാനിങ്ങനെ കാഷ്വലായിട്ട് പറയുമായിരുന്നു, ഒരാഴ്ചയെങ്കിലും ഒരു ഗവൺമെൻറ് കോളേജ് വർക്ക് ചെയ്യാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന്. അന്ന് ഈ ജോലിക്ക് കയറുമ്പോൾ എന്നോട് പറഞ്ഞു 2 മാസമായിരിക്കും ഉണ്ടായിരിക്കുക എന്ന് പറഞ്ഞ് ഞാൻ കയറി. എനിക്ക് അത് എക്സ്റ്റെൻഡ് ചെയ്ത് 4 മാസം ആ ജോലിയിൽ തുടരാനായിട്ട് സാധിച്ചു. രണ്ടാമത്തെ എൻ്റെ ഒരു നിയോഗം ഉടമ്പടിയിൽ വെച്ചത് എൻ്റെ ചേച്ചി, ഞങ്ങൾ 2 പെൺമക്കളാണ്. എൻ്റെ ചേച്ചി US-ലാണ്. ചേച്ചിയുടെ ഹസ്ബൻഡിന് ജോലി നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ടെന്നും ജോലി നഷ്ടപ്പെടാതിരിക്കാൻ പ്രത്യേക ഉടമ്പടിയിൽ നിയോഗം വെക്കണമെന്നും ചേച്ചി പറഞ്ഞു വിട്ടിരുന്നു. ജോലി നഷ്ടപ്പെടരുതെന്ന് എൻ്റെ 2ാമത്തെ ഉടമ്പടി നിയോഗം വെച്ചു. പക്ഷേ തമ്പുരാൻ്റെ തിരുഹിതം അതായിരിക്കില്ല. ചേട്ടൻ്റെ ജോലി ഞാൻ ഉടമ്പടി എടുത്ത് 1 മാസത്തിനുള്ളിൽ നഷ്ടപ്പെട്ടു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര വിഷമമായി. പ്രത്യേകിച്ച് ചേച്ചിയുടെ മോൾ അവിടെ 9ാം ക്ലാസ്സിൽ പഠിക്കുക. അപ്പോൾ അവൾക്ക് ഭയങ്കര വിഷമമായിരുന്നു. അവളെപ്പോഴും പറയും, എനിക്ക് തിരിച്ച് ഇന്ത്യയിൽ വന്ന് പഠിക്കാൻ ബുദ്ധിമുട്ടാണ്, ഇവിടുത്തെ സിസ്റ്റം ഒന്നും എനിക്കറിയത്തില്ല, ഒരുപാട് എഴുതണം, എന്നെക്കൊണ്ട് പറ്റില്ല എന്ന്. അപ്പം ഞങ്ങൾ നന്നായി മാതാവിനോട് പ്രാർത്ഥിച്ചു. ആദ്യകാലങ്ങളിൽ കാര്യമായ ഇൻ്റർവ്യൂ കോൾസൊന്നുമില്ല. 1 മാസം കഴിഞ്ഞു, 1.5 മാസത്തോടടുത്തു ഒരു ഇൻ്റർവ്യൂ വന്നു. അന്ന് രാത്രി അമ്മയോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. ഇപ്പോൾ സാക്ഷ്യങ്ങളിലൊക്കെ ഞാൻ കേൾക്കും, ജനലിലൊക്കെ മാതാവിനെ കാണാൻ പലർക്കും പറ്റുന്നു എന്ന്. അപ്പോൾ ഉറക്കം വരുന്നവരെ ജനലിൽ നോക്കിക്കിടക്കും. എന്നെങ്കിലും ഒരിക്കൽ മാതാവിനെ കാണാനായിട്ട് എനിക്ക് സാധിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. അന്ന് ചേച്ചി എന്നോട് പറഞ്ഞു, ഇന്നൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു, അത് സെലക്റ്റഡായി, ഇനി അതിൻ്റെ ലെറ്ററും കാര്യങ്ങളും എത്തിയിട്ടില്ല എന്ന് പറഞ്ഞു. അന്ന് ഞാൻ ഈശോയോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു, മാതാവിനോടും കരഞ്ഞ് പ്രാർത്ഥിച്ചു, അമ്മ എനിക്ക് എന്തെങ്കിലും ഒരു പ്രസൻസ് തരണേന്ന്. അന്ന് എനിക്ക് കിടക്കുന്ന സമയത്ത് എൻ്റെ വാതിലിൻ്റെ ഭാഗത്തായിട്ടൊരു വെള്ളി വെളിച്ചം മൂവ് ചെയ്യുന്ന പോലെ തോന്നി. ഞാൻ ഉറപ്പിച്ചു, എൻ്റെ അമ്മ ഉറപ്പായിട്ടും ആ ജോലി ശരിയാക്കി തരുമെന്ന്. പിറ്റേന്ന് രാവിലെ ഞാൻ കേൾക്കുന്ന വാർത്ത, അപ്പോയിൻമെൻറ്റ് ലെറ്റർ വരുന്നതിന് തൊട്ട് മുമ്പ്, അപ്പോയിൻമെൻറ്റ് ലെറ്റർ കയ്യിലെത്തുന്നതിന് മുമ്പ് തന്നെ 2 മാസം സ്റ്റേ ബാക്ക് ഉള്ളിടത്ത് 1.5 മാസം കഴിഞ്ഞ് പഴയ കമ്പനി വിസ റദ്ദാക്കി എന്നുള്ളതാണ്. പക്ഷേ അവിടെയൊന്നും മാതാവ് ഞങ്ങളെ തളർത്തിയില്ല. ഞങ്ങൾക്ക് മാതാവിൽ നല്ല അടിയുറച്ച വിശ്വാസം ഉണ്ടായിരുന്നു. അസാധ്യമായ പല കാര്യങ്ങളും സാധിച്ചു തന്ന അമ്മ ഞങ്ങൾക്ക് ആ കാര്യത്തിലും
ഒരു തീർപ്പുണ്ടാക്കി തന്നു. ഈ ജോലി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കുറഞ്ഞ ശമ്പളത്തിലേ പിന്നെ ജോലി കിട്ടൂ. പക്ഷേ എത്ര എമൗണ്ടിലാണോ ജോലി നഷ്ടപ്പെടുന്ന സമയത്തെ ശമ്പളം എത്രയാണോ അതേ ശമ്പളത്തോടു കൂടെ വീണ്ടും ജോലിയിലേക്ക് പ്രവേശിക്കാനായിട്ട് അമ്മ മാതാവ് ചേട്ടനെ അനുഗ്രഹിച്ചു. ബാത്റൂമിൽ പുഴുക്കൾ വരുമായിരുന്നു. ആ പുഴുക്കളെ നമ്മൾ എന്ത് ചെയ്താലും ഇത് പോവില്ല, കൊല്ലാൻ ശ്രമിച്ചാലും ചാവില്ല, അങ്ങനെ ഒരു പ്രത്യേക പുഴുക്കൾ. അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു ഇതൊരു പീഡയാണ്, നമുക്ക് വിശ്വാസ പ്രമാണം വെഞ്ചരിച്ച ഉപ്പിട്ടിട്ട് വിശ്വാസത്തോടെ ചെല്ലാം എന്ന് പറഞ്ഞു. ഞങ്ങൾ വെഞ്ചരിച്ച ഉപ്പിട്ടിട്ട് വിശ്വാസത്തോടു കൂടെ വിശ്വാസ പ്രമാണം ചെല്ലാനായിട്ട് ആരംഭിച്ചു. അതിൻ്റെ ഫലമായിട്ട് പുഴുക്കൾ കംപ്ലീറ്റായിട്ടും പോവും. പിന്നെ 2 വ്യക്തികൾക്ക് വേണ്ടി ഞാൻ ശക്തമായ മധ്യസ്ഥ പ്രാർത്ഥന നടത്തിയിരുന്നു. ഒന്ന് UK-യിലുള്ളൊരു വ്യക്തിക്ക് വേണ്ടിയിട്ടും ഒന്ന് വയറിൽ കുടലിൽ പരുക്കളുള്ളൊരു വ്യക്തിക്കും. അപ്പം അത് ക്യാൻസറസ് ആണെന്ന് പറഞ്ഞ് ബയോപ്സിക്ക് അയച്ചിരുന്നു. അപ്പം എന്നൊക്കെ ഞാൻ ലൈറ്റ് എ ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ടിട്ടുണ്ടോ ഒന്നും അമ്മ നിരസിച്ചിട്ടില്ല. അന്നത്തെ ദിവസം ഇട്ട എല്ലാ പ്രെയർ റിക്വസ്റ്റുകളും നടന്നു കിട്ടി. ആ വ്യക്തി എക്സാമിൽ പാസ്സായി, ജോലിയിൽ പ്രവേശിച്ചു. ഈ വയറിൽ കുടലിൽ പരുക്കളുണ്ടായിരുന്ന വ്യക്തിയുടെ റിസൾട്ട് വന്നു. ക്യാൻസറസ് അല്ല എന്ന് തിരിച്ചറിയാനായിട്ട് അമ്മ സഹായിച്ചു. അതെല്ലാം അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥത്തിലാണെന്ന് ഞങ്ങൾ അടിയുറച്ച് വിശ്വസിക്കുന്നു. മറ്റൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾക്ക് കുഞ്ഞുനാളിൽ വേദപാഠം പഠിപ്പിക്കുന്ന കാലം തൊട്ട് ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു, സിസ്റ്റർ ലിറ്റിൽ ട്രീസ. സിസ്റ്റർ ഒരുപാട് 20 വർഷത്തോളമായിട്ട് കിഡ്നി പ്രോബ്ലങ്ങളാൽ ബുദ്ധിമുട്ടിയിരുന്നു. ഒരു 10 വർഷമായിട്ട് ഡയാലിസിസ് കണ്ടിന്യൂസ് ആയിട്ട് സിസ്റ്റർക്ക് നടത്തുന്നുണ്ടായിരുന്നു. സിസ്റ്ററാണ് ശരിക്കും ഞാൻ ഇവിടെ വന്നതിൻ്റെ ഒരു മെയിൻ പ്രേരക ശക്തി. ഇടയ്ക്ക് അവിടെ ചെല്ലുമ്പോൾ പറയും, എനിക്ക് എന്തെങ്കിലും ഒന്ന് കൃപാസനത്തിൽ പോകാൻ പറ്റുമോ? പറ്റില്ലായിരിക്കും അല്ലേ? എനിക്ക് വെഞ്ചരിച്ച വസ്തുക്കളൊക്കെ ഉടമ്പടിയുടെ ഉടമ്പടിയുടെ തൈലം കൊണ്ടുവന്ന് കുരിച്ചു വരച്ച് തരണം, ഉപ്പ് തേനൊക്കെ കൊണ്ടുവന്ന് തരണം എന്ന് പറയും. അതെല്ലാം കൃത്യമായിട്ട് കൊണ്ടു കൊടുക്കും. ഒരിക്കലും അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് രോഗം മൂർച്ഛിക്കുന്നതിന് തൊട്ട് മുമ്പ് ഞങ്ങൾ കൃപാസനത്തിലേക്ക് പത്രമൊക്കെ ആയിട്ട് ചെന്നു. അന്ന് എന്നോട് പതിവില്ലാതെ പറഞ്ഞു, എനിക്ക് വയ്യാതെ കിടക്കുമ്പം വന്ന് ആ തൈലം കൊണ്ടൊരു കുരിശ് വരച്ച് തരണം സാധിക്കുകയാണെങ്കിൽ എന്ന്. അപ്പം ഞാൻ എന്നും പ്രാർത്ഥിച്ച് ആഗ്രഹിച്ച് കാത്തിരിക്കുമായിരുന്നു. അപ്പോൾ സിസ്റ്റർക്ക് രോഗം വളരെയേറെ മൂർച്ഛിച്ചു എന്നറിഞ്ഞപ്പോൾ ഞാൻ സിസ്റ്റർക്ക് അച്ഛൻ്റെ പെർമിഷനോട് കൂടെ സിസ്റ്ററെ കാണാനായിട്ട് പോയി. അപ്പോൾ സിസ്റ്ററെ വിസിറ്റേഴ്സിനെ ഒന്നും പെർമിറ്റ് ചെയ്യുന്നില്ല. പാലനയുടെ ഡയറക്ടർ അച്ഛൻ വാൾട്ടർ അച്ഛനും എന്നെ കൂടെ വന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം എൻ്റെ കയ്യിൽ നിന്ന് സിസ്റ്റർ ആഗ്രഹിച്ച പോലെ ആ കുപ്പിയിലെ തൈലം മേടിച്ച് അച്ഛൻ സിസ്റ്റർക്ക് റൂഷ്മ ചെയ്ത് കൊടുത്തു. റൂഷ്മ ചെയ്ത് കൊടുത്ത് 15 മിനിറ്റിനുള്ള സിസ്റ്റർ ഈശോയുടെ അടുത്തേക്കും മാതാവിൻ്റെ അടുത്തേക്കും യാത്രയായി. പക്ഷെ സിസ്റ്റർ ആഗ്രഹിച്ചതുപോലെ സിസ്റ്റർക്ക് ആ വെഞ്ചരിച്ച തൈലം കൊണ്ട് കുരിശു വരച്ച് കിട്ടാനായിട്ടുള്ളൊരു പ്രത്യേക കൃപ മാതാവ് ഞങ്ങൾക്ക് നൽകുകയുണ്ടായി. പിന്നെ മാതാവിൻ്റെ പ്രസൻസ് പലപ്പോഴും ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ പൊതിച്ചോറ് കൊടുക്കാൻ പോകുമായിരുന്നു. അപ്പം നമ്മളെ കൊണ്ടൊന്നും ഒത്തിരി ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇത്രയും പേർക്കൊക്കെ എങ്ങനെ ഭക്ഷണം ഉണ്ടാക്കും? പുറത്തുനിന്ന് വാങ്ങിക്കില്ല, ഞങ്ങൾ തന്നെ ഉണ്ടാക്കും. വെഞ്ചരിച്ച ഉപ്പും ഒരു തുള്ളി തൈലവും വിശ്വാസപ്രമാണം ചൊല്ലി ഇട്ട് കൊടുക്കുമായിരുന്നു പതിവ്. അപ്പം അന്നത്തെ ദിവസം ഭയങ്കര തിരക്കായിരുന്നു. അപ്പം ആദ്യമൊക്കെ 6 പൊതികളൊക്കെ ആയിരുന്നെങ്കിൽ പിന്നെ 10-22 പൊതി വരെ ഞങ്ങൾക്ക് തന്നെ ചെയ്യാനായിട്ട് മാതാവ് ഒരു പ്രത്യേക കൃപ നൽകി. അപ്പം അന്ന് പോകുന്ന സമയത്ത് എല്ലാവർക്കും തിരക്കാണ്. പല പണികളിൽ എല്ലാവരും പാക്കിങ്ങും കുക്കിങ്ങും ഒക്കെ ആയിട്ട് നടക്കുന്ന സമയത്ത് പെട്ടെന്ന് ഞങ്ങൾ സ്റ്റൗ ഓഫ് ചെയ്യാനായിട്ട് അന്ന് ലാസ്റ്റ് പൊതി കെട്ടുമ്പോൾ പകുതി ചോറേ ഉള്ളൂ. അപ്പോൾ വീട്ടിൽ ഞങ്ങൾ തിരിച്ചു വന്നിട്ട് ഉണ്ണാൻ വെച്ചിരുന്ന ചോറും കൂടെ ഞങ്ങൾ പൊതി കെട്ടി. അപ്പോൾ തിരിച്ച് വരുമ്പോഴേക്കും കഞ്ഞി ഇല്ലല്ലോ, നമുക്ക് ബസ്മതി അരിയാണെങ്കിൽ 10 മിനിറ്റ് മതി വേവാൻ എന്ന് പറഞ്ഞ് അമ്മ അടുപ്പത്തിട്ടു. എന്നിട്ട് സിമ്മിലിട്ടിട്ട് പോയി. ഞങ്ങൾ ആ കാര്യമൊക്കെ മറന്നു. ഞങ്ങളുടെ വീട് കരിമ്പയാണ്. അവിടുന്ന് 26 കിലോമീറ്റർ അകലെ പാലക്കാടും ഒലോക്കോട് റെയിൽവേ സ്റ്റേഷനിലും പോയിട്ട് ഞങ്ങൾ ചോറ് കൊടുക്കാറ്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം പെട്ടെന്ന് അമ്മ പറഞ്ഞു, ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യാൻ മറന്നു. അപ്പം പറഞ്ഞു ഞാനും ചെയ്തിട്ടില്ല, പിന്നുള്ളത് ഞാനും ചെയ്തിട്ടില്ല. മോളെ കുളിപ്പിക്കാനും പാക്ക് ചെയ്യാനും ഒക്കെ ആയിട്ട് നടന്നു. പക്ഷെ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മയെ പണ്ട് തൊട്ട് ഞാൻ കേട്ടിട്ടുള്ളൊരു കാര്യമുണ്ട്, ഞാൻ ചെയ്തിട്ടുമുണ്ട്. ഇപ്പോൾ എന്തെങ്കിലും മോട്ടർ ഓഫ് ചെയ്യാൻ മറക്കുകയൊക്കെ ചെയ്യുമ്പോൾ ജോലിക്ക് പോകുമ്പോൾ ഞാൻ കാവൽമാലാഹയോട് പറയുമായിരുന്നു, കാവൽമാലാഹ അതൊന്ന് എന്തെങ്കിലും ഞാൻ കുറവ് വരുത്തിയിട്ടുണ്ട് ചെയ്യണേന്ന്. അപ്പോൾ ഇപ്പം എൻ്റെ കൂടെയുള്ള അമ്മ മാതാവാണ്. അമ്മ ഒന്നും പേടിക്കണ്ട,
ഉറപ്പിച്ചോ, ഇത് അമ്മ സ്റ്റവ് ഓഫ് ചെയ്യും എന്ന് പറഞ്ഞു. പപ്പ വീടിൻ്റെ അകത്ത് കയറി. പപ്പ തിരിച്ചു പോയി. ഞങ്ങളെ പാലക്കാട് ഇറക്കിയിട്ട് പപ്പ തിരിച്ചു പോകുന്ന സമയത്ത് എനിക്ക് നല്ല ഉറപ്പാണ്, പോകേണ്ട ആവശ്യമൊന്നുമില്ല, അതൊക്കെ മാതാവ് ഓൾറെഡി ക്രമീകരിച്ചിട്ടുണ്ടെന്ന്. അപ്പം അമ്മ വിളിച്ച് പറഞ്ഞു, പപ്പായുടെ അടുത്ത് ഫോണുമായിട്ട് വീടിൻ്റെ അകത്ത് കയറരുത്, വാതിൽ തുറന്നിട്ടൊരു 5 മിനിറ്റ് കഴിഞ്ഞ് അകത്ത് കയറിയാൽ മതിയെന്ന്. വീടിൻ്റെ അകത്ത് കയറി കഴിഞ്ഞപ്പം പപ്പ കാണുന്നത് ഓഫ് ചെയ്തിട്ട സ്റ്റൗവാണ്. അതിനേക്കാൾ കൂടുതൽ ഞങ്ങൾക്ക് അതിശയം തോന്നിയത്, ഞങ്ങൾ അന്ന് ബാക്കി എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് വൈകുന്നേരമാണ് വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴേക്കും അമ്മ പറഞ്ഞു, ഒന്നുകിൽ ഇത് പായസമായിട്ടുണ്ടാവും, അല്ലെ മുറിച്ച് കഴിക്കാൻ പാകത്തിനായിട്ടുണ്ടാവുമെന്ന്. പക്ഷെ ഞങ്ങൾ ചെന്ന് നോക്കുമ്പം 5 മണിക്ക് ഞങ്ങൾ കാണുന്നത് ഈ ചോറ് വാർക്കാൻ പാകത്തിന് കറക്റ്റ് വേവായിട്ട് ഇരിക്കുന്നതാണ് കണ്ടത്. അന്നത് വാർത്ത് അത് ഞങ്ങൾ രാത്രിയിൽ കഴിച്ചത്. അപ്പോൾ അത് ഞങ്ങൾക്ക് മാതാവിൻ്റെ ഒരു ഭയങ്കര പ്രസൻസ് ഫീൽ ചെയ്തതായിട്ട് ശരിക്കും അനുഭവപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ പത്രവിതരണം ചെയ്തിരുന്നു, അതൊക്കെ പ്രാർത്ഥിച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കും. പിന്നെ പള്ളിയുടെയൊക്കെ മുറ്റത്ത് ആരെങ്കിലും പത്രം വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എനിക്ക് ഒരു പ്രവർത്തനം ചെയ്യാനായിട്ട് ദൈവം തന്ന അവസരമാണല്ലോ എന്ന് ഓർക്കും. പിന്നെ ഞാൻ പോരുന്ന സമയത്ത് പ്രാർത്ഥിക്കാൻ ഏൽപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും. ഉപ്പ്, എന്തൊക്കെ വസ്തുക്കളാണോ അവരെന്നോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് അതെല്ലാം എത്തിച്ചു കൊടുക്കാനായിട്ടും മാതാവ് സഹായിച്ചിട്ടുണ്ട്. അതുപോലെ പ്രേക്ഷിത പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് മാതാവ് എനിക്ക് ചെയ്തു തന്ന മറ്റൊരു അനുഗ്രഹം ഈ ഡിസംബറിലെ എൻ്റെ ജോലി. ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു, എല്ലാ ഡിസംബറിലും ആരെങ്കിലുമൊക്കെ സഹായിക്കാൻ പറ്റാറുണ്ട്, ഒരു 2 കുടുംബത്തെ സഹായിക്കാനായിട്ട് അമ്മ എന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞു. അന്ന് എനിക്ക് അമ്മ ജോലി തന്നു. ഒപ്പം ഞാൻ ഈ ക്രിസ്മസ് ഹാമ്പേഴ്സ് ചെയ്ത് അയക്കാറുണ്ട്. ക്രിസ്മസ് ഹാമ്പേഴ്സിൻ്റെ ആവശ്യത്തിന് ഓർഡർ വന്നു. ഞാൻ 2-3 പേരെ സഹായിക്കാൻ ആഗ്രഹിച്ചെടുത്ത് എനിക്ക് എൻ്റെ അമ്മ മാതാവ് 5 കുടുംബങ്ങളെ സഹായിക്കാനായിട്ട് സഹായിച്ചു. അതുപോലെ ക്രിസ്മസിന് ഞങ്ങൾ വീട്ടിൽ പ്രത്യേകിച്ച് വിശേഷപ്പെട്ട ഒന്നും ഉണ്ടാക്കിയില്ല. ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ചോറും ഉണ്ടാക്കി 10-22 പൊതി കെട്ടി കുറേ കേക്ക് വെഞ്ചരിച്ച് ഉപ്പും തൈലമൊക്കെ ചേർത്ത് ഉണ്ടാക്കിയിരുന്നു. അതും ഞങ്ങൾ കൊണ്ടുപോയി ഒരുപാട് പേർക്ക് പൊതിച്ചോറും ഓരോ കുപ്പി വെള്ളവും കുറേ പേർക്കെങ്കിലും കേക്കും ഒക്കെ കൊടുക്കാനായിട്ട് പറ്റി. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ആഘോഷിച്ച ഏറ്റവും നല്ല ക്രിസ്മസ് ആയിട്ട് ഞാൻ കാണുന്നു. ഇത്രയും കാര്യങ്ങൾ എനിക്ക് പറയാനായിട്ട്, ഇത്രയും ഒരു അനുഭവങ്ങൾ തന്ന എൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റിയ എൻ്റെ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ലഭിച്ച അനുഭവങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട മാതാവിൻ്റെ ഒരു നിറസാന്നിധ്യം ചെറുതും വലുതുമായ കാര്യങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. അത് വിശ്വാസത്തിൽ ആയിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഉടമ്പടിയുടെ ഭാഷയിൽ പറഞ്ഞ ഉടമ്പടിയിലായിരിക്കുന്ന ഒരു വ്യക്തി എപ്പോഴും എന്തും ഒരു പ്രാർത്ഥനയോടുകൂടിയാണ്, അല്ലെങ്കിൽ ഉടമ്പടിയിലെ വിശ്വസ്തയോടെ നിൽക്കുന്ന ഒരാൾ പ്രാർത്ഥനയോടുകൂടിയാണ് അവരുടെ ജീവിതത്തിൽ നൊമ്പരമാണെങ്കിലും സന്തോഷമാണെങ്കിലും അതൊരാകുലതയാണെങ്കിലും എല്ലാം നോക്കിക്കാണുന്നത്. അങ്ങനൊരു മനോഭാവത്തിലേക്ക് ഉടമ്പടി ഒരു വ്യക്തിയെ മാറ്റുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് ദൈവം ആഗ്രഹിക്കുന്നു എന്നുള്ളത്, ദൈവത്തിൻ്റെ സാന്നിധ്യം ഇതിൽ സംലഭ്യമാകുമ്പോൾ അതൊരു വലിയൊരു തെളിവായിട്ട് മാറും. കാരണം ഇപ്പോൾ എല്ലാ വ്യക്തികളും അങ്ങനെ പറയുന്നുണ്ടെങ്കിലും ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അങ്ങനെ പല അനുഭവങ്ങളിലും മാതാവിൻ്റെ വലിയൊരു സംരക്ഷണവും സാന്നിധ്യവും പ്രാർത്ഥനയ്ക്ക് ശക്തമായ ഉത്തരം ലഭിച്ചു എന്നുള്ളത് ഉടമ്പടിയിൽ പറയുന്നു. രണ്ടാമത്തേത്, മാതാവുമായിട്ടുള്ള ഒരു പ്രാർത്ഥനയിലുള്ള ബന്ധം വ്യക്തമായിട്ട് വർദ്ധിച്ചു എന്നുള്ളത് സാക്ഷ്യത്തിൽ നിന്ന് വ്യക്തമാണ്. അപ്പോൾ ഉടമ്പടിയിൽ കൃത്യമായിട്ട് ഒരു ആത്മാർത്ഥമായിട്ടൊരു പരിശ്രമമുണ്ട്. അത് ഇദ്ദേഹം പറയുന്നുണ്ട്, സ്വന്തമായിട്ട് തന്നെ ഉടമ്പടിയിലെ കാര്യങ്ങളൊക്കെ നിവർത്തിക്കുവാനായിട്ട് ഒരു കുടുംബം മുഴുവൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ദൈവ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ ഏറ്റവും മനോഹരമായിട്ട് പല തിരുനാളുകൾ, ഇപ്പം പല ക്രിസ്മസിനെ കുറിച്ചൊക്കെ പറയുമ്പോഴും യഥാർത്ഥത്തിൽ സന്തോഷം എന്നതിനേക്കാൾ ഉപരി ആനന്ദത്തോടെ ആഘോഷിക്കുവാനായിട്ട് ഉടമ്പടി പഠിപ്പിച്ചു. അപ്പം പല കുടുംബത്തിലും ഇതുപോലെ ഉടമ്പടിയിലൂടെ യഥാർത്ഥ ഒരു ആനന്ദവും സന്തോഷവും കടന്നു വരുവാനും അതിനേക്കാളും അപ്പുറം ദൈവത്തിൻ്റെ സാന്നിധ്യം കടന്നു വരുവാനും ഇടവരുന്നു. ഏറെ പ്രത്യേകിച്ച് ഏറ്റവും അവസാനം പറഞ്ഞൊരു ബഹുമാനപ്പെട്ട സിസ്റ്ററിൻ്റെ കാര്യം, ഉടമ്പടി എടുക്കുവാൻ അനേകരെ സഹായിച്ച സിസ്റ്ററിൻ്റെ ഒരു നിയോഗം, സിസ്റ്ററിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു തൻ്റെ മരണത്തിന് മുൻപ് ഉടമ്പടിയിലെ തൈലം തേച്ച് അല്ലെങ്കിൽ തൈലം ഉപയോഗിച്ച് പ്രാർത്ഥിക്കണമെന്നുള്ളത്. അതും ഒരു വലിയൊരു അനുഗ്രഹമായിട്ട് തന്നെയാണ്. കാരണം മരണസമയത്ത് ആഗ്രഹിക്കുന്നത് പോലെ മരിക്കുവാനായിട്ട് സാധിക്കുക, സാഹചര്യം ഒരുങ്ങുക, ഒരു പുരോഹിതൻ്റെ സാന്നിധ്യവും ഉടമ്പടിയുടെ തൈലവും ഒക്കെ. അപ്പോൾ അത് വലിയൊരു അനുഗ്രഹമായിട്ട് തന്നെയാണ് കാണുന്നത്. ഉടമ്പടി
എടുത്ത ആ ഒരു വ്യക്തിക്ക് ദൈവം നൽകുന്ന ഒരു അനുഗ്രഹമായിട്ട് കാണുകയും ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു സാക്ഷ്യത്തെ എല്ലാം പ്രതി നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം. എൻ്റെ പേര് ജാൻസി. എൻ്റെ ഹസ്ബൻഡ് ബിനു, എൻ്റെ മകള് കൃപ. ഞങ്ങൾ ബാംഗ്ലൂർ സെൻറ്റ് അൽഫോൺസ് ഓഫ് റേഞ്ച് സുൽത്താൻ പാളയം എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഞങ്ങൾ ഇവിടെ വരാനുണ്ടായ കാര്യം, ഞാൻ 2021 നവംബർ 3-ാം തീയതിയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുക്കാൻ വേണ്ടിയിട്ടൊന്നും വന്നതല്ലായിരുന്നു സത്യത്തിൽ. എൻ്റെ മകൾക്ക് 2019 മുതൽ ഒരു രോഗപീഠ ഉണ്ടായിരുന്നു. അതായത് അവൾക്ക് ചെസ്റ്റ് പെയിൻ വരും. ചെസ്റ്റ് പെയിൻ വന്നു കഴിയുമ്പോൾ ഉടനെ ഗംസ് ബ്ലീഡ് ആകുമായിരുന്നു. അപ്പോൾ ആദ്യം അത് വർഷത്തിൽ ഒരു പ്രാവശ്യം വരും. വന്നു കഴിഞ്ഞാൽ ഒരു 10 days കണ്ടിന്യൂസ് ഉണ്ടാകും. അത് കഴിഞ്ഞ് ഒരു 6 മാസം കൂടിയിരിക്കുമ്പം വരും. പിന്നെ അതൊരു 3 മാസമായി, പിന്നെ മാസത്തിലായി. ഞങ്ങൾ ഒരുപാട് ഡോക്ടേഴ്സിനെ കാണിച്ചു. പീഡിയാട്രിഷ്യന്മാരെ തന്നെ മാറി 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 ഞങ്ങൾ ചേഞ്ച് ചെയ്തു. ഗ്യാസ്ട്രോ ഡോക്ടർ, കാർഡിയോ ഡോക്ടർ എല്ലാവരെയും കാണിച്ചു. എല്ലാ ഇൻവെസ്റ്റിഗേഷൻസും ചെയ്തിട്ടും എല്ലാം നോർമലായിരുന്നു. ബട്ട് ഇവളുടെ ഒരു ഡോക്ടർ മാത്രം പറഞ്ഞു ഇവൾക്ക് പാനിക് അറ്റാക്ക് ആണെന്ന്. അപ്പം ഞങ്ങൾ ഓർത്ത് ശരി, ഇവൾക്ക് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടാകുമ്പോൾ അങ്ങനെ ഉണ്ടാകുന്നതാണെങ്കിൽ ഞങ്ങൾ സമാധാനപ്പെട്ടിരുന്നു. എപ്പോഴും അവൾ സ്കൂളിൽ 8ാം ക്ലാസ് സ്കൂളിൽ പോകുമ്പോൾ അവൾ ഒരൊറ്റ ദിവസം കറക്റ്റായിട്ട് സ്കൂളിൽ അവൾക്ക് ഇരിക്കാൻ പറ്റിയിട്ടുണ്ടാകത്തില്ല. അവൾ എന്ന് സ്കൂളിൽ നിന്ന് ഫോൺ വരും, അവൾക്ക് ചെസ്റ്റ് പെയിൻ ആണ്, വന്ന് കൂട്ടിക്കൊണ്ട് പോകും. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം. ദൈവമേ, ഇനി എന്താ ഞാൻ ചെയ്യേണ്ടേ? എല്ലാ ഡോക്ടേഴ്സ്മാരെയും കാണിക്കുന്നു. അപ്പോൾ അവിടെയുള്ള ഒരു അച്ഛനെ ഞങ്ങൾ കൊണ്ട് കാണിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, മകൾക്ക് രോഗങ്ങളൊന്നുമില്ല, നിങ്ങൾ വാടക വീട്ടിലാണ് താമസിക്കുന്നെങ്കിൽ നിങ്ങൾ വീടൊന്നും വാടകയ്ക്കൊന്ന് മാറി നോക്ക് എന്ന് പറഞ്ഞു. പക്ഷേ അന്നത്തെ ഞങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം ഞങ്ങൾ വീടൊന്നും മാറാൻ പോയില്ല. അങ്ങനെ എൻ്റെ ഹസ്ബൻഡ്, ഞങ്ങൾ ഇവിടെ വരുന്നതിന് മുമ്പേ ഹസ്ബൻഡ് ഇവിടെ വന്നിരുന്നു, ഉടമ്പടി എടുത്തിരുന്നു. ഹസ്ബൻഡ് മുഖേനയാണ് ഞാൻ കൃപാസനത്തെക്കുറിച്ച് അറിഞ്ഞത്. അങ്ങനെ ഹസ്ബൻഡ് 9 മാസം മകളെയും കൊണ്ട് ഇവിടെ വരാമെന്ന് നേർച്ച നേർന്നിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ 2021 നവംബർ മാസത്തിൽ ഇവിടെ എത്തിയത്. ഇവിടെ വന്നപ്പോൾ എനിക്ക് ഉടമ്പടി എടുക്കണമെന്ന് തോന്നി. അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്തു. ഞാൻ ആദ്യത്തെ എൻ്റെ നിയോഗം വെച്ചിരുന്ന എൻ്റെ മകളുടെ രോഗസൗഖ്യമായിരുന്നു. പക്ഷെ ഞങ്ങളിവിടെ വരുമ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അതിലുപരിയായിട്ട് ഇവളുടെ രോഗപീഠം മാറണം എന്നായിരുന്നു ഞാൻ ആഗ്രഹിച്ചിരുന്നത്. കാരണം ഇവൾ 8ാം ക്ലാസ്സിലായി, പിന്നെ 10ാം ക്ലാസ് വരുമ്പോൾ ഇങ്ങനെ പാനിക് അറ്റാക്ക് ആണെങ്കിൽ പോലും അവൾക്ക് പരീക്ഷ എഴുതുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ എന്നൊക്കെയുള്ള ചിന്ത എന്നെ ഒരുപാട് അലട്ടിക്കൊണ്ടിരുന്നു. ബട്ട് ഞങ്ങളിവിടെ കണ്ടിന്യൂസ് ആയിട്ട് 9 മാസം വന്നു. 9 മാസമല്ല, 1 മാസം വന്നു. 2ാമത്തെ മാസം ഇവിടെ വന്നപ്പോൾ തന്നെ ഞങ്ങളുടെ മാതാവ് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ അത്ഭുതങ്ങളാണ് തന്നത്. ആദ്യം തന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ജോലിയിൽ നല്ല മാറ്റങ്ങൾ വന്നു. സാമ്പത്തിക സ്ഥിതി ഞങ്ങൾക്ക് ഒരുപാട് വർദ്ധിച്ചു. ഞങ്ങൾക്ക് തന്നെ പറയാൻ പറ്റാത്ത രീതിയിൽ ഞങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറി. ഞങ്ങൾ ബാംഗ്ലൂരിൽ 4 ഫ്ലോറിൻ്റെ ഒരു വീട് വെക്കാനായിട്ട് മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു. അത് വീട് വെക്കാൻ അനുഗ്രഹിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ 40 ലക്ഷം രൂപയാണ് ഞങ്ങൾ ആകപ്പാടെ കയ്യിലുണ്ടായിരുന്നത്. ഞങ്ങൾക്കൊരു ലോൺ എടുക്കുവാനോ മറ്റൊന്നിനും ഞങ്ങൾക്ക് ഇഷ്ടമില്ലായിരുന്നു. അപ്പം ഞാൻ ഹസ്ബൻഡ് ഒരു തീരുമാനമെടുത്തു, എത്ര 40 ലക്ഷത്തിൽ എന്ത് ചെയ്യാൻ പറ്റുമോ അത്രയും ചെയ്ത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാമെന്ന് ഞങ്ങൾ വിചാരിച്ചിരുന്നു. പക്ഷേ എൻ്റെ ദൈവമാതാവ് 78 ലക്ഷം രൂപ കൊടുത്ത് ഞങ്ങളെ വീട് ഉണ്ടാക്കാനായിട്ട് അനുവദിച്ചു. ആ വീട്ടിൽ പുതിയ ഫർണിച്ചറുകൾ തൊട്ട് എല്ലാം ഞങ്ങൾ വാങ്ങിച്ചിട്ടു. ഞങ്ങളുടെ വീട് പണി കഴിഞ്ഞതിന് ശേഷം ഞങ്ങളുടെ കയ്യിൽ പൈസ അധികമായിരുന്നു. ഇപ്പം മാതാവ് എനിക്ക് വലിയൊരു അനുഗ്രഹങ്ങളാണ് അത് തന്നത്. ഇപ്പം ഞങ്ങൾ നാട്ടിലും വീട് പണിതുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും ഞാൻ പ്രധാനമായിട്ട് വെച്ചിരുന്ന എൻ്റെ കുഞ്ഞിൻ്റെ നിയോഗം എനിക്ക് സാധിച്ചു കിട്ടിയിരുന്നില്ല. അപ്പം ഞാനത് അല്ലാതെ കുറേ നിയോഗങ്ങളെല്ലാം എനിക്ക് അതിൻ്റെ ഇടയ്ക്ക് സാധിച്ചു കിട്ടുന്നുണ്ട്. പക്ഷേ ഇവളുടെ നിയോഗമാണ് എനിക്ക് പ്രധാനമായിട്ടും ഞാനത് സാധിച്ചു കിട്ടിയില്ല. അങ്ങനെ 2023 എനിക്ക് അച്ഛനെ കാണാനായിട്ട് സാധിച്ചു. അങ്ങനെ അച്ഛൻ മകളെ ഇവിടെ അൾത്താരയിൽ നിന്ന് അവൾ മുട്ടുകുത്തി പ്രാർത്ഥിച്ചപ്പോൾ അച്ഛൻ ഇവളുടെ അടുത്ത് സാക്ഷ്യം എന്ന് പറയുന്നത് മാത്രമേ ഞാൻ കേട്ടുള്ളൂ. അപ്പം എനിക്ക് അന്നേരം തന്നെ മനസ്സിലൊരു സമാധാനമായി. അച്ഛൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പോൾ ഇനിയും തൊട്ട് എൻ്റെ മകൾക്ക് അങ്ങനെ ഒരു രോഗപീഠം ഉണ്ടാകത്തില്ലെന്ന് ഞാൻ വിചാരിച്ചു. എന്നിട്ട് ഞാൻ മകൾ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, മോനെ എന്താ അച്ഛൻ പറഞ്ഞെന്ന് ചോദിച്ചപ്പോൾ ഇല്ല സാക്ഷ്യം പറയണമെന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പോൾ 2023 മാർച്ചിലാണ് ഞാൻ അച്ഛനെ കാണുന്നത്. 2024 ഏപ്രിലാണ് ഞങ്ങളുടെ ഹൗസ് വാമിങ് കഴിഞ്ഞത്. ബാംഗ്ലൂരിലുള്ള ഹൗസ് വാമിങ് കഴിഞ്ഞത്. ഹൗസ് വാമിങ് കഴിഞ്ഞ് 1 വീക്ക് കഴിഞ്ഞപ്പോൾ ഇവൾക്ക് വീണ്ടും അതേപോലത്തെ ഒരു പ്രശ്നം, ചെസ്റ്റ് പെയിൻ ഇല്ല, ഗംസ് ബ്ലീഡായി. അപ്പം ഞാൻ മാതാവിനോട് ചോദിച്ചു, മാതാവേ എത്ര പേര് സാക്ഷ്യങ്ങൾ പറയുന്നു, അച്ഛൻ്റെ കൈവയ്പ് ശുശ്രൂഷയിലൂടെ എത്ര പേര് രോഗസൗഖ്യം നേടി, എന്തുകൊണ്ട് എൻ്റെ മകൾക്ക് ഒരു രോഗസൗഖ്യം കിട്ടുന്നില്ല എന്ന്. അന്ന് ഞാൻ ഒരുപാട് കരഞ്ഞു. പക്ഷേ ദൈവമക്കളെ, അന്ന് തൊട്ട് 1 വർഷവും 5 മാസമായിട്ട് എൻ്റെ കുഞ്ഞിന് അങ്ങനെ ഒരു രോഗപീഠയില്ല. എൻ്റെ മാതാവ് ഞാൻ ആഗ്രഹിച്ചതിലപ്പുറമായിട്ടൊക്കെ ഒരു രോഗസൗഖ്യം തന്നവളെ അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഒരു 7 മാസം ഞാൻ ഉടമ്പടിയിലൂടെയായിരുന്നു ഞാൻ ജീവിച്ചിരുന്നത്.
ഒരു 7 മാസം ഞാൻ എൻ്റെ ഉടമ്പടിയുടെ ഒരു ഗ്യാപ്പ് വിട്ടു. അപ്പോൾ അതിൻ്റെതായ കുറച്ച് പ്രശ്നങ്ങൾ, ഹെൽത്ത് ഇഷ്യൂസ്, ഫാമിലി ഇഷ്യൂസൊക്കെ അതിൻ്റെ ഇടയ്ക്കുണ്ടായി. ഞാൻ വീണ്ടും ജൂൺ മാസത്തിൽ ഇവിടെ വന്നു. 1-ാം തീയതി ഞാൻ ഹസ്ബൻഡും വന്നു. ഞങ്ങൾ ഉടമ്പടി എടുത്തു. അന്ന് എനിക്ക് എല്ലാ മാസവും എൻ്റെ കുഞ്ഞിന് റെഗുലർ പീരീഡ്സ് ആകുമായിരുന്നു. പക്ഷേ ആ ഒരു മാസം ഇവർക്ക് ഇറഗുലർ സൈക്കിൾസായി. അപ്പോൾ അതും എനിക്ക് വല്ലാത്ത വിഷമമായി. അപ്പം ഞാൻ ഓർത്തു ഒരു റൊട്ടീൻ ഇൻവെസ്റ്റിഗേഷനായിട്ട് അവളുടെ തൈറോയ്ഡ് ടെസ്റ്റും ബ്ലഡ് CBC ടെസ്റ്റും ഒക്കെ ചെയ്ത് നോക്കി. അപ്പോൾ റിപ്പോർട്ട് വന്നപ്പോൾ അവൾക്ക് തൈറോയ്ഡ് ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ ഈ തൈറോയ്ഡ് റിപ്പോർട്ട് കണ്ടപ്പോൾ മുതൽ ഞാൻ വണ്ടിയിൽ യാത്ര ചെയ്യുന്നപ്പോൾ എല്ലാം ഞാൻ കരഞ്ഞുകൊണ്ടാണ് പോയത്. പക്ഷേ അന്നേരം എല്ലാം എൻ്റെ മനസ്സിൽ ആരോ പറയുവാണ്, നീ കരയണ്ട, 15 ദിവസം കഴിയുമ്പോൾ റിപ്പീറ്റ് ചെയ്ത് നോക്ക്, നിൻ്റെ മകളുടെ റിസൾട്ട് നോർമലായിരിക്കുമെന്ന്. ഞാൻ 15 ദിവസം പോലും ഞാൻ വെയിറ്റ് ചെയ്തില്ല. അന്നേരം ഹസ്ബൻഡ് എൻ്റെ അടുത്ത് പറഞ്ഞു, സാരമില്ല, തൈറോയ്ഡല്ലേ, ട്രീറ്റ്മെൻറ്റൊക്കെ കൊടുക്കുക, അതിനെന്താണ്. പക്ഷേ എനിക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ റെഡിയല്ലായിരുന്നു. ഞാൻ എൻ്റെ മാതാവിനോട് പ്രാർത്ഥിച്ചത് ഇത്രയേ ഉള്ളൂ, മാതാവേ അവളെ ഒരു തൈറോയ്ഡ് രോഗിയാക്കി മാറ്റല്ലേ, കാരണം ഞാനൊരു തൈറോയ്ഡ് രോഗിയാണ്, അതുകൊണ്ട് എൻ്റെ കുഞ്ഞിനൊരു തൈറോയ്ഡ് രോഗം വരല്ലേ, മാതാവ് അടുത്ത ടെസ്റ്റ് ചെയ്യുമ്പോൾ അത് നോർമലായിരിക്കണമെന്ന്. ഞാൻ 15 ദിവസം വെയിറ്റ് ചെയ്തില്ല. ഞാൻ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ, അതൊന്ന് വെള്ളിയാഴ്ചയായിരുന്നു അന്ന്, ഞാൻ എല്ലാ വെള്ളിയാഴ്ചയും പള്ളി പോകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പം ഞാൻ രാവിലെ എംപ്റ്റി സ്റ്റൊമക്ക് വേണമല്ലോ ബ്ലഡ് സാമ്പിൾ എടുക്കാൻ. ഞാനിവൾക്ക് ബ്ലഡ് സാമ്പിൾ എടുക്കുന്നതിന് മുമ്പേ മാതാവിൻ്റെ ഉപ്പും തേനും എണ്ണയും ഞാൻ എൻ്റെ കയ്യിൽ ചാലിച്ച് അവളുടെ നാവിൽ വെച്ച് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, മോനെ വിശ്വാസ പ്രമാണം ചൊല്ലി മോനത് വിഴുങ്ങിക്കോളാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ 2 എടുത്ത് അയക്കാൻ വേണ്ടി 2 ബ്ലഡ് സാമ്പിൾ എടുത്തു. എന്നിട്ട് ഞാൻ ഈവനിങ് വീട്ടിൽ വന്നു. പള്ളി പോകുന്നതിന് മുമ്പേ കുറച്ച് നേരം ഒന്ന് കിടന്നപ്പോൾ ഞാനൊരു സ്വപ്നം കാണുക, ഒരു വ്യാകുല മാതാവിനെയാണ് ഞാൻ സ്വപ്നം കാണുന്നത്. മാതാവിൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്ന ഒരു സ്വപ്നമാണ് ഞാൻ കാണുന്നത്. അന്ന് തന്നെ എൻ്റെ ഒരു കൂട്ടുകാരി നാട്ടിൽ നിന്ന് എനിക്കൊരു കൃപാസനത്തിലൊരു ലിങ്ക് അയച്ചു തന്നു, ഇന്ന് നിൻ്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം നടക്കുമെന്ന്. അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇന്ന് എൻ്റെ കുഞ്ഞിൻ്റെ റിസൾട്ട് നോർമലായിരിക്കും വരുന്നതെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിച്ചു. ഞാൻ വെള്ളിയാഴ്ചയായിരുന്നു, പള്ളിയിൽ പോയി ആരാധനയെല്ലാം കൂടി ഞാൻ വീട്ടിൽ വന്നപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടാണ് വന്നത്, മാതാവേ ഞാൻ അവിടെ ചെല്ലുമ്പോൾ റിസൾട്ട് നോക്കുമ്പോൾ 2ഉം നോർമലായിരിക്കണമേ. ദൈവമക്കളെ, ഞാൻ വീട്ടിൽ വന്നപ്പോൾ റിസൾട്ട് തുറന്നു നോക്കിയപ്പോൾ 2ഇടത്തെ റിസൾട്ട് ഒരേ വാല്യൂസ് നോർമൽ തന്നെ എൻ്റെ കുഞ്ഞിനെ അനുഗ്രഹിച്ചു. അവൾക്ക് ഒരു തൈറോയ്ഡ് രോഗവും ഇല്ല, അവളുടെ സൈക്കിൾസും റെഗുലറാക്കി തന്നെ എൻ്റെ മാതാവ്. അതുപോലെ തന്നെ എൻ്റെ ഇടത് കാലിൻ്റെ മുട്ടിന് ഭയങ്കര നീരും വേദനയായിരുന്നു. അപ്പം ഡോക്ടർമാരുടെ അടുത്ത് കൊണ്ട് കാണിച്ചു. ഡോക്ടർ പറഞ്ഞു, ഞാൻ എപ്പോഴും മുട്ടിന്മേൽ നിന്നാണ് കൊന്ത ചൊല്ലാറുള്ളത്. ഡോക്ടർ പറഞ്ഞു റെസ്റ്റ് എടുക്കണം, മുട്ടിന്മേലൊന്നും നിൽക്കില്ല, നിലത്തിരുന്ന് പോലും പ്രാർത്ഥിക്കല, കസേരയിലിരുന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഹസ്ബൻഡ് പറയും, എടി ഡോക്ടർ നിന്നോട് എന്താ പറഞ്ഞേക്കുന്നത്? ഞാൻ പറഞ്ഞു, ഞാൻ അതിന് മാത്രമുള്ള വയസ്സൊന്നും ആയില്ല, എനിക്ക് എന്തോ കസേരയിലിരുന്ന് പ്രാർത്ഥിക്കാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഞാൻ മുട്ടിന്മേൽ നിന്ന് തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. ജൂൺ മാസം ഞാൻ എല്ലാ ചൊവ്വാഴ്ചയും ഞാൻ ഉടമ്പടി ധ്യാനം കൂടും. ഞാൻ ജോലി ചെയ്യുന്ന വ്യക്തിയാണ്, ജോലിയുടെ ഇടയിലാണ് കാണുന്നത്. എന്താണെങ്കിലും ലൈവ് ആരാധന ഞാൻ എപ്പോഴും കൂടും. ബാക്കിയുള്ളതൊക്കെ ഞാൻ 2 ദിവസത്തിനുള്ളിൽ കേട്ട് തീർക്കും. അപ്പം ഞാൻ അന്ന് ലൈവ് ആരാധന ഞാൻ കൂടിയപ്പോൾ ഞാൻ ജോലി സ്ഥലത്ത് മുട്ടിന്മേൽ നിന്ന് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു, മാതാവേ എൻ്റെ ഈ കാലിൻ്റെ മുട്ടിൻ്റെ നീരും വേദന എനിക്ക് മാറ്റി തന്നേ പറ്റത്തുള്ളൂ. ദൈവമക്കളെ, നിങ്ങൾ വിശ്വസിക്കുമോ ഇല്ലോ എന്ന് എനിക്കറിയത്തില്ല, എനിക്ക് പോലും വിശ്വസിക്കാൻ പറ്റിയില്ല. അന്ന് തന്നെ ആ നിമിഷം തന്നെ എൻ്റെ മുട്ടിൻ്റെ കാലിൻ്റെ വേദനയും നീരും മറവും മാറ്റി തന്നു. ഇനി ഈ നിമിഷം വരെ എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ കഴിഞ്ഞ 10 ദിവസം മുന്നേ എൻ്റെ അനിയത്തിയുടെ നാത്തൂൻ്റെ നാവിൽ ഒരു തടിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ അത് സർജറി ചെയ്ത് ബയോപ്സി കഴിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ തൊട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഒരു വിഷമമായിരുന്നു. ബയോപ്സി എന്നൊക്കെ കേൾക്കുമ്പോഴേ എല്ലാവർക്കും സാധാരണമായിട്ടൊരു വിഷമം ഉണ്ടാകുന്ന കാര്യമാണല്ലോ. അങ്ങനെ ബയോപ്സിക്ക് വിട്ട് ഞങ്ങളെല്ലാവരും മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ അതൊരു നോർമൽ റിപ്പോർട്ട്സ് തന്ന് അനുഗ്രഹിക്കണമെന്ന്. മാതാവിൻ്റെ അനുഗ്രഹത്താൽ അതൊരു നോർമൽ റിപ്പോർട്ട് തന്ന് മാതാവ് അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ എൻ്റെ അനിയത്തിയുടെ കുഞ്ഞിന് അവരൊരു കുടുംബസമേതം സൗദി അറേബ്യയിലായിരുന്നു. കുഞ്ഞിന് 2 വയസ്സുള്ളപ്പോൾ തൊട്ട് എക്സിമ രോഗമായിരുന്നു, എക്സിമ. അപ്പോൾ അവൾക്ക് കുഞ്ഞിനെ കാണാൻ പോലും പറ്റാത്ത രീതിയിൽ അവൾക്ക് എക്സിമ ആയിരുന്നെന്നാണ് അവൾ പറയുന്നത്. പക്ഷെ ഞങ്ങൾ കണ്ടിട്ടില്ല, അവൾ എന്നും വിളിച്ച് കരച്ചിലായിരുന്നു. അങ്ങനെ ഒരു ജോലിയൊക്കെ റിസൈൻ ചെയ്ത് നാട്ടിൽ വന്നു. അപ്പം ഞാൻ ഉടമ്പടിയുള്ള സമയമായിരുന്നു. അപ്പം ഞാൻ ഈ ഉടമ്പടിയിൽ ഉപ്പെല്ലാം വെഞ്ചരിച്ച് ഉപ്പൊക്കെ ഞാൻ കൊടുത്തിട്ടിട്ട് പറയുന്നു, ഇതൊക്കെ കുഞ്ഞിൻ്റെ നാവിൽ തൊട്ട് കൊടുക്ക്, നീയെ വെള്ളം കലക്കി കൊടുത്ത് പ്രാർത്ഥിക്കുക. മാതാവിൻ്റെ അനുഗ്രഹത്താൽ ഇന്ന് കുഞ്ഞിന് 5.5 വയസ്സായി. അവളുടെ എക്സിമയുടെ ഒരു പാട് പോലും കുഞ്ഞിൻ്റെ ദേഹത്തില്ല. പിന്നെ പ്രേക്ഷിത വേലയായിട്ട് ഞങ്ങൾ ചെയ്യുന്നത്, ഞാൻ തമിഴ് പത്രമാണ് കൂടുതലും വാങ്ങിക്കുന്നത്. കാരണം എൻ്റെ ഇടവകയിലുള്ള ഒരുമാതിരിപ്പെട്ട ആൾക്കാരൊക്കെ കൃപാസനത്തിൽ വരാറുണ്ട് ബാംഗ്ലൂരിൽ നിന്ന്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും തന്നെ മലയാളം പേപ്പർ കിട്ടാറുണ്ട്. അപ്പോൾ ഞാൻ കൂടുതലും തമിഴ് പേപ്പർ വാങ്ങിച്ച് ഞാൻ ജോലി ചെയ്യുന്ന അടുത്തൊരു പള്ളിയുണ്ട്, അവിടെ കൊണ്ടാണ് ഞാൻ കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ എന്ത് ആവശ്യങ്ങൾക്കും ഞാൻ എൻ്റെ മാതാവിൻ്റെ കാശ് രൂപം വാങ്ങിച്ച് ഞാൻ വിതരണം ചെയ്യും.
ഞാൻ പ്രാർത്ഥിക്കും, വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ ആദ്യം പ്രാർത്ഥിക്കും. ഇത് വാങ്ങിക്കുന്നവരെയും അവരുടെ നിയോഗങ്ങളെയും അമ്മയെ ഞാൻ അമ്മയ്ക്ക് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഞാൻ അവർക്ക് കൊടുക്കും. അതുപോലെ തന്നെ കാരുണ്യ പ്രവൃത്തികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവരെയും രോഗികളായിട്ടുള്ളവർക്കുമൊക്കെ ഞങ്ങളെ കൊണ്ടാവുന്ന രീതിയിൽ ഞങ്ങൾ സഹായിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ കൂടുതൽ ഈ കൃപാസനത്തിൽ വന്നതിന് ശേഷം, ഈ ഉടമ്പടിയിലായതിനു ശേഷമൊക്കെ ഞങ്ങൾ കൂടുതൽ വിശ്വാസത്തിൽ വരാൻ പറ്റി ഞങ്ങൾക്ക്. ഞാൻ ഹസ്ബൻഡ് മിക്കവാറും തന്നെ എല്ലാ ദിവസങ്ങളെയും പള്ളിയിൽ പോകും. ഞാനാണെങ്കിൽ ഞാൻ ജോലിക്ക് പോകുന്നതാണ്. മകളെ സ്കൂളിൽ വിടേണ്ട ബുദ്ധിമുട്ട് കൊണ്ട് രാവിലെ ഞാൻ കുർബാനയ്ക്ക് പോകത്തില്ല. വൈകുന്നേരം കുർബാന ഉള്ളപ്പോഴെല്ലാം ഞാൻ കുർബാനയ്ക്ക് പോകും. ഞായറാഴ്ച ഒരു ദിവസം പോലും മുടങ്ങാതെ തന്നെ ഞങ്ങൾ കുർബാനയ്ക്ക് പോകുന്നുണ്ട്. എല്ലാ ദിവസവും ബൈബിൾ വായിക്കും, പ്രാർത്ഥിക്കുന്നുണ്ട്, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരുപാട് ചെറുതും വലുതുമായ അനുഗ്രഹങ്ങൾ ഇനിയും ധാരാളം എൻ്റെ ദൈവമാതാവ് എനിക്ക് തന്നിട്ടുണ്ട്. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എന്ത് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടോ ആ അനുഗ്രഹങ്ങളെല്ലാം എനിക്ക് എൻ്റെ മാതാവ് തന്ന് സഹായിച്ചിട്ടുണ്ട്. എൻ്റെ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടിയും നന്ദി. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ സഹായത്താൽ ഇപ്പം ഒരുപാട് കുടുംബങ്ങളെ പരിശുദ്ധ അമ്മ ഈ അൾത്താരയിൽ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കി മാറ്റുന്നതിനെ പ്രതി നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഇവിടെ നിൽക്കുന്ന ഓരോ കുടുംബത്തിലെ ഓരോ വ്യക്തികൾക്കും അവർക്ക് വ്യക്തിപരമായിട്ട് ലഭിച്ച വലിയ ദൈവാനുഭവങ്ങൾ ഉള്ളതുകൊണ്ട് അതിപ്പം മകളുടേതാണ് ഏറ്റവും അത് 2019 തൊട്ടുണ്ടായിരുന്ന ആവശ്യത്തിലേറെ ചികിത്സയും കാര്യങ്ങളൊക്കെ നടത്തിയിരുന്ന വലിയൊരു ബുദ്ധിമുട്ടിൽ നിന്നൊരു സൗഖ്യം ലഭിച്ചതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആ സൗഖ്യം ഈ അൾത്താരയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു, ബഹുമാനപ്പെട്ട അച്ഛനെ കണ്ടതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്നു. ഇപ്പോൾ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ അമ്മയുടെ ഇടപെടലായിട്ടാണ് ഇപ്പോൾ ഒരു വ്യക്തി ഈ അൾത്താരയോ ബഹുമാനപ്പെട്ട അച്ഛനെയോ പരിശുദ്ധ അമ്മയോ ഉടമ്പടിയിലെ നേർച്ച വസ്തുക്കളെയോ നിറമോ എന്ത് തന്നെ ഉടമ്പടിയിൽ നിങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് സ്വപ്നമോ ദർശനമോ ഉണ്ടായാലും അതെല്ലാം പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ അടയാളമായിട്ടും ഉടമ്പടിയുടെ സ്ഥിരീകരണവുമായിട്ടുമൊക്കെയാണ് നമ്മളത് വായിച്ചെടുക്കുന്നത്. കാരണം ഉടമ്പടി സത്യമായിട്ടൊരു പ്രാർത്ഥനയാണെന്ന് തെളിയിക്കേണ്ടത് പരിശുദ്ധ അമ്മയുടെയും കൂടെ ഒരു സ്വർഗീയ ഉദ്ദേശത്തിൻ്റെ ഭാഗമാണ്. അത് ദൈവപ്രീതിയുടെ ഒരു നിയോഗം കൂടി. അതുകൊണ്ടാണ് ഉടമ്പടിയുടെ ആദ്യത്തെ സെറ്റ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ആദ്യം പ്രാർത്ഥിക്കുന്നത്. ഒരു സ്വർഗത്തിൻ്റെ നിയോഗം കൂടി അതിനകത്തുണ്ട്. അതുകൊണ്ടാണ് ഈ ആലയത്തിലേക്ക് കടന്നു വരുന്നവരുടെ ദൈവാനുഭവങ്ങളിൽ ഇത്തരം ഉടമ്പടി എടുത്ത തീയതിക്ക് ശേഷം ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ അത് നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യുന്നതും അത് സാക്ഷ്യത്തിൽ നോട്ട് ചെയ്യുമ്പോൾ നമ്മൾ രണ്ടാമത് പറയുന്നതും. രണ്ടാമത്തത് കുടുംബത്തിൽ ലഭിച്ച അനവധി ദൈവാനുഭവങ്ങൾക്ക് പ്രത്യുത്തരമായിട്ട് ഇവർ ഉടമ്പടിയിൽ വിശ്വസ്തയോടെ നിൽക്കുന്നു. ഇവരുടെ കുടുംബത്തിൽ മുടങ്ങാതെയുള്ള പ്രാർത്ഥനയും ഉടമ്പടിയിലെ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, വ്യക്തമായിട്ട് നിബന്ധനകൾ പാലിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം രണ്ടും പ്രധാനപ്പെട്ട ഒരു ദൈവാനുഭവം കേൾക്കുമ്പം അത് ദൈവാനുഭവങ്ങൾ എങ്ങനെ ഉണ്ടായി എന്നുള്ളതും ഉടമ്പടിയിലെ സാക്ഷ്യത്തിലുണ്ട്. അതിന് വ്യക്തമായിട്ടൊരു പ്രാർത്ഥനയുടെ ഒരു മുടക്കം കൂടാതെയുള്ള ഒരു സ്ഥിരതയും ഒപ്പം പ്രാർത്ഥനയുള്ള അഭിഷേകമൊക്കെ ഈ കുടുംബത്തിനുണ്ട്. അപ്പം വ്യക്തിപരമായിട്ട് പരിശുദ്ധ അമ്മ ഒരുപാട് കുടുംബങ്ങളെ അൾത്താരിൽ എത്തിക്കുന്നതിനെ ഓർത്തും പരിശുദ്ധ അമ്മയുടെ വലിയ സൗഖ്യത്തിൻ്റെ സാന്നിധ്യം ഉടമ്പടി വസ്തുക്കളിലൂടെ വ്യക്തികളിലേക്ക് കടന്നു ചെല്ലുന്നതിനെ ഓർത്തും അതിനേക്കാളും അപ്പുറം കുടുംബങ്ങൾ ഒരുപാട് വിശ്വാസത്തിൽ ബലപ്പെടുന്നതിനുമെല്ലാം പ്രതി നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം